ഹായ്, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഹായ് 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 ഹായ്. യെസ്, ഗുഡ് ഈവനിങ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക. വേഗം വേഗം വേഗം. ഇന്ന് കുറച്ച് ആൾക്കാർ കുറവാണല്ലോ. ഇന്ന് എന്ത് പറ്റിയല്ലേ സാർ? അതെ, എക്സാം ഉണ്ടോ? ആ, ഇന്നലെയും കുറവാണ് ആൾക്കാർ. വാട്ട് ഹാപ്പൻ? എന്ത് പറ്റിയാവോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നേരെ ഇരിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. യെസ്, അപ്പോൾ ഓൾറെഡി നമ്മൾ തേർഡ് ചാപ്റ്ററും അതുപോലെ തന്നെ കമ്പഷൻ ആൻഡ് ഫ്ലെയിമിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് എല്ലാവരും വന്നേക്കുന്നത്. റിവൈസ് ചെയ്തില്ലേ? എല്ലാവരും ചെയ്തായിരുന്നാടാ? യെസ്, റിവൈസ് ചെയ്തു. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിൻ്റെയും അതുപോലെ കെമിക്കൽ എഫക്ട്സ് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ നമുക്ക് ചെയ്യാം. എന്നിട്ട് ബാക്കി ടൈമുള്ള അനുസരിച്ച് നമുക്ക് അതിലുള്ള പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. പോരെ? ഓക്കെ അല്ലേ? ഫൈൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആദ്യം കമ്പഷൻ ആൻഡ് ഫ്ലെയിമിൻ്റെ കാര്യങ്ങൾ തന്നെ നോക്കാം. ഒന്ന് ഞാൻ സമ്മറൈസ് ചെയ്തേക്കാം. കമ്പഷൻ ആൻഡ് ഫ്ലെയിമിൽ ബേസിക്കലി കമ്പഷൻ്റെ കാര്യങ്ങളുണ്ട്. അതായത് വൈ എയർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബേണിംഗ് ആൻഡ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ഫ്യൂവൽ ആൻഡ് വെദർ എ സബ്സ്റ്റൻസ് ഈസ് കമ്പസ്റ്റബിൾ ഓർ നോട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ നോക്കിയത് അല്ലേ. പിന്നെ അത് കഴിഞ്ഞാൽ ഫ്ലെയിമിൻ്റെ കാര്യങ്ങൾ നോക്കി. ഫ്ലെയിം എങ്ങനെയാണ് ഉണ്ടാവുന്നത് ആൻഡ് നമ്മുടെ ഫ്ലെയിം ഒരു ക്യാൻഡിൽ കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 3 പാർട്സ് ഓഫ് ഫ്ലെയിം ഒക്കെ നമ്മൾ നോക്കിയാണ് അല്ലേ. സെറ്റ് അല്ലേടാ? ഇതൊക്കെ നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ കാര്യം ഒന്നും മറക്കരുത്, കൃത്യമായിട്ട് നോക്കിയേക്കാം. ഇപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്യാം. വേഗം വേഗം ചെയ്തു പോവാം. സാർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണിച്ചു. ഞാൻ വിളിക്കുന്ന ആൾക്കാർ വേഗം വേഗം അതിന്റെ ആൻസേഴ്സ് പറയാം കേട്ടോ. എ സബ്സ്റ്റൻസ് വിച്ച് റിയാക്ട് വിത്ത് ഓക്സിജൻ ഗിവിംഗ് ഹീറ്റ് ഈസ് കോൾഡ് എ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് അല്ലേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ്? ഇതിൽ ഏതാണ് കമ്പസ്റ്റബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ്? സിമ്പിൾ. അപ്പോൾ ആൻസർ ഒന്ന് എഴുതി പോവാമോ എല്ലാവരും? ആൻസർ എഴുതിക്കോ എല്ലാവരും, നോട്ടിൽ എഴുതിക്കോ കേട്ടോ. ആൻസർ മാത്രം എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ ഇടാ 1 2 3 എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിന് ആൻസർ എഴുതിക്കോ. ബിക്കോസ് ഞാൻ സ്ലൈഡിൽ ആൻസർ എഴുതിയിട്ടില്ല. അപ്പോൾ ആൻസർ എഴുതി പോയിക്കോട്ടോ കേട്ടോ. ആൻഡ് ഫൈനലി അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ആ ആൻസേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, എന്തായാലും ആൻസേഴ്സ് എഴുതിക്കോ. ഏതായിരിക്കും ഇതിൽ വരാ? ഇസ് ഇറ്റ് അയൺ നെയിൽ, സ്റ്റോൺ പീസ്, ഗ്ലാസ് ഓർ വുഡ്? ഇതിലേതാ? സിമ്പിൾ അല്ലേ? സാറെ വിളിച്ചോ. ഋഷികേഷ് പറയടാ, വാട്ട് ഈസ് ദ ആൻസർ ഫോർ ദാറ്റ്? ഏതായിരിക്കും? വുഡ് ആണ്. ഓക്കെ, ഫൈൻ, വെരി ഗുഡ് കേട്ടോ. വുഡ് ആണ് നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് വരാം. ഓക്കെ, ഗുഡ്, വുഡ് ആണ്. യെസ്, വുഡ് ആണ്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ ആൻസർ. ഓപ്ഷൻ ഡി ആണ് അതിൽ ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത നോക്കാമല്ലോ നമുക്ക്. സാർ അടുത്ത ആളെ വിളിച്ചോ. സൂര്യഗായത്രി പറയടാ. സാർ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് പറയാവോടാ. ഹലോ, പറഞ്ഞു ആൻസർ പറയാവോ ഇത് വായിച്ചിട്ട്? എന്താ മീനിങ് എന്ന് പറഞ്ഞു ഈ ക്വസ്റ്റ്യന്റെ? ഏതൊക്കെയാ പ്രോഡക്ട്സ് ഉണ്ടാവുക? മെഗ്നീഷ്യം ഓക്സൈഡ്, ഹീറ്റ് ആൻഡ് ലൈറ്റ്. വെരി ഗുഡ്, അത് തന്നെയാണ് കേട്ടോ. സോ ഓപ്ഷൻ സി ആയിരിക്കും വരാം അല്ലെ. മെഗ്നീഷ്യം ഓക്സൈഡ്, ഹീറ്റ് ആൻഡ് ലൈറ്റ് അല്ലെ. മെഗ്നീഷ്യത്തിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ there will be a white dazzling light ഫോം ചെയ്യും. ആൻഡ് ഓൾസോ we will be getting what? മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവും, ഹീറ്റ് ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും. ഓക്കെ, വെരി ഗുഡ്, പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആയിരിക്കും അപ്പോൾ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും വരാം കേട്ടോ. ഓപ്ഷൻ സി വിൽ ബി ദ ആൻസർ. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും. ഓപ്ഷൻ സി. ഓക്കെ, ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോടാ. സിമ്പിൾ അല്ലേ? ഇത് സൂര്യഗായത്രി നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ആൻസർ പറഞ്ഞു. ഓക്കെ ആണ്. യെസ്, ഇനി അടുത്തത് നമുക്ക് നോക്കിയാലോ. അടുത്ത് നോക്കാമല്ലോ. സാറേ അടുത്ത ആളെ വിളിച്ചോ. അടുത്തത് നോക്കാം നമുക്ക്. അഭിഷേക്, ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡസ് നോട്ട് ബേൺ വിത്ത് ഫ്ലെയിം ആരായി? ഇതിൽ ഏത് സബ്സ്റ്റൻസ് ആണ് ഫ്ലെയിം ഇല്ലാതെ ബേൺ ചെയ്യുന്നത്? വൈ? അതുകൊണ്ടാണോ? ചാർക്കോള് ബേൺ ചെയ്യുന്നല്ലോ. പാർഷ്യലി ആണോ? ഫ്ലെയിം വരില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചത്. വൈ ഇറ്റ് ഡസ് ഇൻ പ്രൊഡ്യൂസ് എനി ഫ്ലെയിം ഓൺ ബേണിംഗ്? വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ചാർക്കോൾ ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഫ്ലെയിം വൈൽ ബേണിംഗ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? എന്തുകൊണ്ട്? മറന്നുപോയാ? പാർഷ്യൽ കമ്പഷൻ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് വിൽ ബി ബേണിംഗ് ഇറ്റ് സെൽഫ്. നല്ലോണം ബേൺ ചെയ്യുക, റെഡ് ഹോട്ട് ആയിട്ടായിരിക്കും ബേൺ ചെയ്യുക. അത് ആക്ച്വലി അത് കമ്പസ്റ്റബിൾ ആയിട്ടോ ബേൺ ചെയ്യണോണ്ട് തന്നെയാണ്. അപ്പോൾ അത് പറയാൻ പറ്റില്ല. ഓപ്ഷൻ സി ഡി ആണ് ആൻസർ എന്നുള്ളത് കറക്റ്റ് ആയിരുന്നു, പക്ഷേ അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും? ഞാൻ ഒരാളും കൂടി വിളിക്കട്ടെ? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഒരാളും കൂടി വിളിക്കണ്ട. അടുത്ത ആൾ വിളിച്ചോ. എഡ്രിൻ പറയണം, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? substances that produce a flame will vaporize on burning, but charcoal doesn't vaporize. Yes,
വെരി ഗുഡ്, കറക്റ്റ് ആണ്. ബിക്കോസ് ചാർക്കോൾ ഓൺ ബേണിംഗ്, അവൻ പറഞ്ഞത് ഒന്നും കൂടി ഞാൻ സിംപ്ലിഫൈ ചെയ്യാണ്. ചാർക്കോൾ ഓൺ ബേണിംഗ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി വേപ്പേഴ്സ്. ഓൺ ബേണിംഗ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി വേപ്പേഴ്സ്. വേപ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഫ്ലെയിം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി വേപ്പേഴ്സ്. വേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും എന്ത് ചെയ്യും, വേപ്പേഴ്സ്. ഡസ് നോട്ട് പ്രൊഡ്യൂസ് വേപ്പേഴ്സ് കേട്ടോ, വേപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ വേപ്പേഴ്സ് ഉള്ളത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചാർക്കോളിന്റെ കേസിൽ വേപ്പേഴ്സ് ഇല്ല. സോ ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഫ്ലെയിം. ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഫ്ലെയിം. ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഫ്ലെയിം. ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഫ്ലെയിം. ഫ്ലെയിം ഉണ്ടാവില്ല കേട്ടോ. ചാർക്കോൾ ഓൺ ബേണിംഗ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് വേപ്പേഴ്സ് ബിക്കോസ് ഇറ്റ് ഡസ് സോ ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് വേപ്പേഴ്സ്. പ്രൊഡ്യൂസ് ഫ്ലെയിം. ഫ്ലെയിം ഉണ്ടാവില്ല. വേറെ ചില സബ്സ്റ്റൻസ് ഇപ്പോൾ LPG ആയാലും ഗ്രാസ് ആയാലും കാംഫർ ഒക്കെ ആയാലും അതിൽ നിന്ന് വേപ്പേഴ്സ് വരുന്നുണ്ടാവും. ആ വേപ്പേഴ്സ് ബേൺ ചെയ്യുന്നതുകൊണ്ട് അവിടെ എന്തായാലും ഫ്ലെയിം ഉണ്ടാവും. വേറെ ഇൻ കേസ് ഓഫ് ചാർക്കോൾ അങ്ങനെ ഒരു വേപ്പേഴ്സ് വരുന്നില്ല. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യാത്ത, ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യാത്ത. പറഞ്ഞ കാര്യം ഓക്കെ അല്ലേടാ? സെറ്റ് ആണല്ലോ? എഴുതിയായിരുന്നോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? എഴുതിയല്ലോ? യെസ്. ഓക്കെ. ഇതേടാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത് നോക്കാം. ഓൺ പ്ലേസിംഗ് ആൻ ഇൻവേർട്ടഡ് ടംബ്ലർ ഓവർ എ ബേണിംഗ് ക്യാൻഡിൽ. ഒരു ക്യാൻഡിലിന്റെ പുറത്ത് നമ്മൾ ഒരു ടംബ്ലർ വെച്ചിട്ട് ഇൻവേർട്ട് ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദ ക്യാൻഡിൽ എക്സ്റ്റിങ്വിഷസ് ആഫ്റ്റർ സം ടൈം. ദിസ് ഈസ് ബിക്കോസ് ദ നോൺ അവൈലബിലിറ്റി ഓഫ്. നോൺ അവൈലബിലിറ്റി എന്ന് പറയുന്നത് എന്തിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. നോൺ അവൈലബിലിറ്റി, അവൈലബിലിറ്റി അല്ല, നോൺ അവൈലബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. ഇസ് ഇറ്റ് ഓക്സിജൻ, വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ് ഓർ വാക്സ്? ഇതിൽ ഏതിന് നോൺ അവൈലബിലിറ്റി ഉള്ളത് കൊണ്ടാണ്, നോൺ അവൈലബിലിറ്റി ആയതുകൊണ്ടാണ് അവിടെ നമുക്കത് ക്യാൻഡിൽ എക്സ്റ്റിങ്വിഷ് ആവുന്നത്, ഫയർ എക്സ്റ്റിങ്വിഷ് ആവുന്നത്, അവിടുത്തെ ഫ്ലെയിം. വൈ സിമ്പിൾ ആൻസർ പറഞ്ഞു. നിഹാൽ പറഞ്ഞോടാ. ഓക്സിജൻ. അതെങ്ങനെയാടാ കമത്തി വെച്ചേക്കുന്നത്? ഓക്സിജൻ എങ്ങനെയാ മാറുന്നേ? cover with the tumbler the oxygen inside the tumbler maybe overall sometime estimation of yes. അത് തന്നെ, വെരി ഗുഡ്. നീ ആലോചിക്കുന്നുണ്ട്, കറക്റ്റ് ആണ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വൈ എന്ന് ചോദിക്കുന്നതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് അറിയോടാ? നെക്സ്റ്റ് ഇയറിലും അതിന്റെ അടുത്ത ഇയറും നമ്മൾ ബോർഡ് എക്സാം, പേടിപ്പിക്കാൻ പറഞ്ഞല്ല, അത് തന്നെ പറയാം. ബോർഡ് എക്സാം നമ്മൾ എഴുതാൻ ഇപ്പൊ ടീച്ചേഴ്സ് പറഞ്ഞു തുടങ്ങിയ അടുത്ത വർഷം 9th പറഞ്ഞായിരുന്നോ എല്ലാവർക്കും? ജസ്റ്റ് ഒരു പ്രെപ് ടോക്കൊക്കെ തന്നിട്ടുണ്ടാവും ടീച്ചേഴ്സ്. അങ്ങനെ തന്നായിരുന്നോ ആരെങ്കിലും? ടീച്ചേഴ്സ് ആരെങ്കിലും? അടുത്ത വർഷം വരട്ടെ. ഇല്ല, തന്നില്ല. ആർക്കെങ്കിലും തന്ന ആൾക്കാരൊന്ന് റീസെൻഡ് ചെയ്യാവോ? കിട്ടിയ ആൾക്കാർ, അങ്ങനെ ഒരു പെപ് ടോക്കൊക്കെ കിട്ടിയ ആൾക്കാർ ടീച്ചേഴ്സിൻ്റെ നെക്സ്റ്റ് ഇയർ 9th ആണ്. ഇതിൽ കൂടുതൽ പഠിക്കാനുണ്ട്. ബോർഡ് എക്സാം ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ 3rd. അതെ, ഇത്രയും പേർക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. എന്നാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് സ്കൂളിൽ? 9th മാർച്ചിൽ ഇനി മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യോളാം? സാറെ വിളിച്ചേ. ഏഞ്ചലോ പറഞ്ഞാടാ, എന്നാടാ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ് 9th? ജൂണിൽ തന്നെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? അല്ലടാ, ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിലെ അക്കാഡമിക് ഇയറിലെ 9th ക്ലാസ്സസ് നിനക്ക് എപ്പോഴാ തുടങ്ങുന്നതെന്നാ ഞാൻ ചോദിച്ചത്. മെയില് ഉറപ്പാണോ? ജൂൺ എന്തായാലും തുടങ്ങുമല്ലോ. ജൂൺ നോർമലി അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ. ഞാൻ ചോദിച്ചത് നേരത്തെ തുടങ്ങുന്നുണ്ടോന്ന്, 9th ആയതുകൊണ്ട് അതാ ചോദിച്ചത്. ഇല്ല, ഓക്കെ ഫൈൻ. നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? രാജു ദേവസിൽ. ഓക്കെ ഫൈൻ. ഓക്കേടാ, ഞാൻ ചോദിച്ചാൽ ഓക്കെ ഫൈൻ. മ്യൂട്ട് ചെയ്തോടാ. അവർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്റ്റക്കാവും, പറഞ്ഞുകൊണ്ടിരിക്കണോ അല്ലേ? അതാ ചോദിച്ചത്. ആഞ്ചലോ, വേറെ ആർക്കെങ്കിലും മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്ന് ചാറ്റ് കാണിക്കോ? മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂണിൽ കുഴപ്പമില്ല, മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരെ അതേ കുറെ പേരുണ്ടല്ലോ. ഏപ്രിൽ സ്റ്റാർട്ട് ആവും. അതാരത്? ഏപ്രിലിൽ സ്റ്റാർട്ട് ആവുന്ന? ഈശ്വര, എടാ നീ ഇവിടെ തന്നെയല്ലേ, നാട്ടിലല്ലേ, എബ്രോഡല്ലല്ലോ? ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു. എങ്ങനെ, ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? ഹാഫ് ഡേ ഉണ്ടാവുള്ളൂ. ഓക്കെ ഫൈൻ. ഓരോ സബ്ജക്ട്സ് ആയിട്ട് ബേസ് ചെയ്തിട്ടല്ലേ? ഞാൻ ചോദിച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞതിന്റെ മെയിൻ കാര്യം, നെക്സ്റ്റ് ഇയേഴ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വെറുതെ ഡയറക്റ്റ്ലി നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണ പരിപാടി ഇനി ഇല്ല. ബിക്കോസ് നിങ്ങളുടെ ഇയറിൽ 10th വരുമ്പോഴത്തേക്കും ഒന്നും കൂടി സിലബസുകളിൽ ചെറിയ ചേഞ്ചസ് വരും. എക്സാം എഴുതുന്ന രീതിയിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്, ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. ഓക്കെ,
അങ്ങനെ ചേഞ്ചസ് വരുമ്പോൾ ബേസിക്കലി CBSE പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് കുറച്ചും കൂടി എന്ത് ചെയ്യേണ്ടത്, ഇമ്പ്രൂവ് ആവേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് എനി കേസ് എനി ആൻസേഴ്സ് ഡയറക്റ്റ്ലി വെറുതെ പഠിച്ചു വെക്കുന്ന ആൻസേഴ്സ് അല്ല നമുക്ക് വേണ്ടത്. അതിന്റെ പുറകിൽ എന്താ കാര്യം എന്നുള്ള ആലോചിക്കണം. അതിനാ വൈ എന്ന് ഞാൻ എല്ലാത്തിൻ്റെ ഒപ്പം ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. സിമ്പിളാണ്. ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ബൈ ഹാർട്ട് ചെയ്ത് ഒരിക്കലും നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് നല്ല സ്കോറിലോട്ട് എത്താൻ പറ്റില്ല. എത്താം, കുറച്ചൊക്കെ എത്താം, ഒരു 80% ഒക്കെ എന്തായാലും എത്തും ബൈ ഹാർട്ട് ചെയ്ത്. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കുറേ ക്വസ്റ്റ്യനുകളുണ്ട്, കിട്ടും. ബട്ട് CBSEയിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ടഫ് എന്ന് പറയുന്നത്, ഈ ഒരു ലാസ്റ്റ് വരുന്ന ആ ലോജിക്ക് കുറച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ആലോചിച്ച് കുറേ ആൻസേഴ്സ് ചെയ്യണം. എന്നാലാണ് ബോർഡ് എക്സാമിന് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചേട്ടന്മാർ ജയിച്ച് പറയാം, ഷോ ഭയങ്കര പാടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ പറയില്ലേ. കാരണം എന്താ, അത് ആലോചിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ വൈ എന്ന് ചോദിക്കുമ്പോഴേ നമുക്ക് ആൻസേഴ്സ് ആയി. ഇതിപ്പോൾ ഞാൻ ക്ലാസ്സിൽ ആൻസർ ചെയ്യുന്നത്, ബാക്കി ക്വസ്റ്റ്യനുകൾ കാണുമ്പോഴും ഇതേ കാര്യം തന്നെ നിങ്ങളും പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ പുറകിൽ എന്താ റീസൺ എന്നുള്ളത് ആലോചിച്ച് നോക്കാം. വൈ എന്നുള്ള ചോദ്യത്തിന് വളരെയധികം റെലവൻസ് ഉണ്ട്. ബേസിക്കലി CBSEയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ അപ് ടു +2 വരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പഠിക്കുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ, എനിത്തിങ് എല്ലാത്തിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ബട്ട് സ്റ്റിൽ നമുക്കിപ്പോൾ ഫോക്കസ്ഡ് ആയിട്ട് അതിലാണ് നോക്കേണ്ടത്. കാരണം ഇനി വരുന്ന ബോർഡ് എക്സാമിന് നമുക്ക് അത് കൃത്യമായിട്ടും ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വൈ എന്നുള്ളതിൻ്റെ ആൻസർ എന്തായാലും നോക്കാം. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഞാൻ എപ്പോഴും ക്ലാസ്സിലും അങ്ങനെ തന്നെയല്ലേ പറയാറ്. അപ്പോൾ ആ ക്ലാസ്സുകളിലും ഈ പറയുന്ന ആലോചിക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ ആലോചിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ചെയ്യാം, ബട്ട് നല്ലൊരു മാർക്കിലോട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. സോ ഓൾവേസ് മേക്ക് ഷുവർ ഇങ്ങനെ ആലോചിക്കുന്നുള്ള ഓർക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെടാ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതായിരിക്കും? നോൺ അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ ആയിരിക്കും. അതിന്റെ ആൻസർ അവൻ പറഞ്ഞ കറക്റ്റ് തന്നെ ആയിരുന്നു. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ എ, ഓക്സിജൻ. ഓപ്ഷൻ എ ആയിരിക്കും. ബിക്കോസ് ഓപ്ഷൻ എ ആയിരിക്കും. അതിന്റെ റീസൺ എന്താ? ഓൺ പ്ലേസിംഗ് എ ടംബ്ലർ ഓവർ ഇൻവേർട്ടഡ് ടംബ്ലർ, ഓൺ പ്ലേസിംഗ് ആൻ ഇൻവേർട്ടഡ് ടംബ്ലർ, എന്ത് പറ്റും അവിടെ? ഇൻവേർട്ടഡ് ടംബ്ലർ, the amount of oxygen is less. Amount of oxygen will be less. So after some time it flame extinguishes it up. So after some time amount of oxygen less ആയതുകൊണ്ടാണ് മതി അത്ര ചെയ്യാതെ കേട്ടോ. amount of oxygen will be less. എടാ ബി ലെസ് കേട്ടോ, ലെസ്, ബി ലെസ്. അതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്തായാലും നോക്കണം കേട്ടോ. എഴുതിക്കോടാ, വേഗം എഴുതിക്കോ കേട്ടോ. എഴുതി എല്ലാവരും? ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? യെസ്, ഓക്കെ ഫൈൻ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാറെ കാണിച്ചു, അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു കേട്ടോ. കലോറിഫിക് വാല്യൂ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ. കലോറിഫിക് വാല്യൂയുടെ കാര്യങ്ങൾ എഫിഷ്യൻസി ആണ് നമ്മൾ നോക്കുക. ഹയർ കലോറിഫിക് വാല്യൂ ഉണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി പ്രിഫർ ദാറ്റ് ഫ്യൂവൽ ഓവർ അതർ വൺ. വേറെ ഉള്ള എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുന്നു? കലോറിഫിക് വാല്യൂ ഉള്ള ആളെയാണ് കൂടുതൽ ചൂസ് ചെയ്യുക. കൂടുതൽ കലോറിഫിക് വാല്യൂ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും, ബെറ്റർ ഫ്യൂവൽ ആയിരിക്കും. ഓക്കെ, സോ അതിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചത്. എന്താ കലോറിഫിക് വാല്യൂ? ഒരാൾ ഡിഫൈൻ ചെയ്യാവോ? വാട്ട് ഈസ് കലോറിഫിക് വാല്യൂ? കലോറിഫിക് വാല്യൂ എന്തായിരുന്നു? സാറ് വിളിച്ചോ. ആദ്ര, വാട്ട് വാസ് കലോറിഫിക് വാല്യൂ? പറഞ്ഞോ, ഒന്നുകൂടി പറഞ്ഞേ. The amount of energy released when 1 kilogram of fuel is ബേൺഡ് കംപ്ലീറ്റ്ലി കേട്ടോ. ബേൺഡ് കംപ്ലീറ്റ്ലി ആണ്. ആ ഡെഫിനിഷൻ പ്രോപ്പർ ആയിട്ട് നോക്കിക്കോളണം കേട്ടോ. സംടൈംസ് മാത്രം, പക്ഷെ ഐഡിയ ഉണ്ടായാൽ മതി. അതാണ് മെയിൻ ആയിട്ടും. കലോറിഫിക് വാല്യൂ കൂടിയാണെങ്കിൽ ബെറ്റർ ഫ്യൂവൽ ആയിരിക്കും, അത്രേ ഉള്ളൂ. അതിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. എന്താ യൂണിറ്റ്? വാട്ട് ഈസ് എ യൂണിറ്റ്? വെരി ഗുഡ്, കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നായിരിക്കും. ഓക്കേടാ, ഫൈൻ, വെരി ഗുഡ് കേട്ടോ. കിലോ ജൂളെ പെർ കിലോഗ്രാം എന്നായിരിക്കും വരാം. ഓപ്ഷൻ ഡി ആയിരിക്കും വരാം. കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് ആൻസർ വരാം. ബിക്കോസ് ഇറ്റ് ഈസ് മെഷേർഡ്. കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ എനർജിയുടെ യൂണിറ്റ് ആണ്. ആൻഡ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആയിരിക്കും ആൻസർ വരാം കേട്ടോ. കിലോ ജൂൾ പെർ കിലോഗ്രാം, ബിക്കോസ് ഇറ്റ് ഈസ് മെഷേർഡ് പെർ കിലോഗ്രാം. അതുകൊണ്ടാണ് പെർ കിലോഗ്രാം എന്ന് എഴുതുന്നത്. അല്ല പെർ മില്ലി ലിറ്ററോ പെർ ഗ്രാമോ പെർ ലിറ്ററോ ഒന്നും എടുക്കൂല. ഇറ്റ് ഈസ് പെർ കിലോഗ്രാം ഉള്ളി. ഓക്കെ, സെറ്റ് ആണോ? പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോടാ? ഓപ്ഷൻ ഡി ആയിരിക്കും വരാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ? ക്വസ്റ്റ്യൻ പോകാം. സാറെ വിളിച്ച് അടുത്താണ് നോക്കിക്കോ.
Choose the incorrect statement from the following. A good fuel is the one in which it is readily available, produces large amount of heat, leaves behind many undesirable. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രാവശ്യം ക്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. It burns easily in the air in moderate rate. ഏതായിരിക്കും ആൻസർ വരാം? Which is the incorrect one? നമുക്ക് ഓരോരുത്തരായിട്ട് വിളിക്കാം അല്ലേ? Yes, സാറേ വിളിച്ചോ. A good fuel is the one which is readily available. കറക്റ്റ് ആണോ എടാ? ആരത്? ഭാഗത്തെ പറഞ്ഞടാ, ഇത് കറക്റ്റ് ആണോ? ഫസ്റ്റ് അത് സ്റ്റേറ്റ്മെന്റ് റെഡിലി അവൈലബിൾ ആയിരിക്കണോ ഫ്യൂവല്? കറക്റ്റ് ആണ് അല്ലെ? അല്ലാതെ കുറച്ച് പാടാണെങ്കിലോ കണ്ടുപിടിക്കാൻ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ആണെങ്കിലോ ഡിഫിക്കൽട്ട് ടു ബി അവൈലബിൾ ശരിയാവോ? ഇല്ല, പറ്റൂല. സോ ഇറ്റ് ഷുഡ് ബി റെഡിലി അവൈലബിൾ അല്ലെ? ഗുഡ് ഫ്യൂവലിന്റെ റീസൺ ആണ്. ഓക്കെ ഫൈൻ. ഇനി അടുത്തത് ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ എമൗണ്ട് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്, ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള ആയിരിക്കണം. കറക്റ്റ് ആണോ? വസുദേവേ സാറ് യെസ് എന്നൊക്കെ പറയണ എന്താണ്? ആൻസർ പറഞ്ഞാണോ? അല്ല അല്ലേ? ഓക്കെ. വസുദേവേ പറഞ്ഞടാ. കറക്റ്റ് ആണ്, അതും കറക്റ്റ് ആണ് അല്ലെ? ഈ ഹൈ കലോറിഫിക് വാല്യൂ തന്നെയാണ് പ്രൊഡ്യൂസസ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സാധനം ലീവ്സ് ബിഹൈൻഡ് മെനി അൺഡിസൈറബിൾ സബ്സ്റ്റൻസസ്. അടുത്ത ആൾ വിളിച്ചോ. അന്റോണിയോ പറയടാ, ഇത് കറക്റ്റ് ആണോ? അതും കറക്റ്റ് ആണല്ലേ? ആണോ? ലീവ്സ് ബിഹൈൻഡ് മെനി അൺഡിസൈറബിൾ സബ്സ്റ്റൻസസ്. അങ്ങനെ കുറെ സാധനങ്ങൾ അവിടെ ബേൺ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാക്കണം വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ. ആണോ? എന്നാ ഞാൻ ഒരാളും കൂടി വിളിച്ചു. ദേ അന്റോണിയോ പറയുന്നത് കറക്റ്റ് ആണെന്നാണ്. ചില ആൾക്കാർ പക്ഷെ എന്നോട് അന്റോണിയോട് യോജിക്കുന്നില്ല. അന്റോണിയോ പറഞ്ഞത് ചില മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ കുറെ പേര് ഡൗൺ ടോം കാണിക്കണ്ടല്ലോ. അതല്ല സാർ അതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ഞാൻ വേറെ ഒരാളെയും കൂടി ചോദിക്കാം. ഓക്കെ, നീ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അടുത്ത ആൾ വിളിച്ചോ. ദിയ പറടാ, കറക്റ്റ് ആണോ അന്റോണിയോ പറഞ്ഞത്? അല്ലേ? വൈ? A good fuel should not leave behind any undesirable particle, whereas here it is said that it should leave behind many particles. അപ്പോൾ undesirable particles ഉണ്ടാവാൻ പാടില്ല. So this one is the incorrect statement. Incorrect ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ്. ആൻഡ് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാം. ഓപ്ഷൻ സി ആണ് ആൻസർ വരാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതായിരിക്കും എഴുതിക്കോളാം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ആൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിൽ ബി, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒപ്പം എഴുതിക്കോ എല്ലാവരും. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? എ ഗുഡ് ഫ്യൂവൽ should not leave behind any undesirable substances. Leave behind any undesirable substances. Undesirable substances. Leave behind any undesirable substances. Undesirable substances at all. Leave behind. That should not leave behind any undesirable substances. Okay അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോടാ? ഐഡിയ കിട്ടിയല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ. സോ ഇതായിരിക്കും ആൻസർ വരാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം കേട്ടോ. Anu wants to boil water quickly in a test tube. On observing the different zones of flame, she is not able to decide which zone of flame is best for boiling water. Help her in the activity. ഏതായിരിക്കും നമ്മൾ ഏറ്റവും അനുവിന് ചൂസ് ചെയ്യാൻ പോകുന്നത്? എവിടെ വെക്കണമെന്നായിരിക്കും നമ്മൾ പറയാം? വിച്ച് സോൺ? ഔട്ടർ സോൺ ആണോ, ഇന്നർ സോൺ ആണോ, മിഡിൽ സോൺ ആണോ? ഏത് സോൺ ഓഫ് ഫ്ലെയിം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം? ഏത് സോൺ ആയിരിക്കും അവിടെ വാട്ടർ ഹീറ്റ് ചെയ്യാൻ ബെറ്റർ? ഏതായിരിക്കും സാർ വിളിച്ചോ? അതിനകത്ത് ഏത് സോൺ ആയിരിക്കും ബെറ്റർ? ഏത് സോണാണ്? ബോയിലിംഗ് വാട്ടർ ബോയിൽ ചെയ്യാനായിട്ട്, ക്വിക്ലി ബോയിൽ ചെയ്യാൻ വിച്ച് സോൺ ഈസ് പ്രിഫേർഡ്? ഇസ് ഇറ്റ് ഔട്ടർ? വൈ? Because it is the most hottest part of the flame. Okay da, because it is the hottest part. So we can say that the test tube should be held in the outer zone of the flame. Test tube should be held in the outer zone of flame.
ഔട്ടർ സോണിലായിരിക്കും. അവൻ പറഞ്ഞ പോലെ കറക്റ്റ് ആയിരുന്നു. ഇറ്റ് ഈസ് ഡ്യൂ ടു ബിക്കോസ് ദ ഔട്ടർ സോൺ ഈസ് ദ മോസ്റ്റ് ഹോട്ടസ്റ്റ് പാർട്ട് ഓഫ് ദി ഫ്ലെയിം അല്ലേ. അപ്പോൾ നേടാ എഴുതിക്കോ, ആൻസർ ആയിട്ട് തന്നെ എഴുതിക്കോ, ആൻസർ ആയിട്ട് എഴുതിക്കോ. ദ ടെസ്റ്റ് ട്യൂബ് should be kept in outer zone of the flame, കേട്ടോ, outer zone of the flame, because എന്താ, outer zone is the most hottest part കേട്ടോ, part of flame, most hottest part of the flame. Outer zone is the most hottest part of the flame. Okay, സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോടാ? Because outer zone is the most hottest part of the flame. The test tube should be kept in the outer zone of the flame because outer zone is the most hottest part of the flame. Okay ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേടാ? അത്രേ ഉള്ളൂ. അതിന്റെ റീസൺ അത്ര എഴുതിയാൽ മതി. ദിസ് വിൽ ബി ദ ആൻസർ ഫോർ ദാറ്റ്. 2 മാർക്കിന്റെ ആണ്. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഔട്ടർ സോൺ എന്നുള്ള എഴുതുന്നതിനും ആൻഡ് ഔട്ടർ സോൺ ഈസ് ദ ഹോട്ടസ്റ്റ് പാർട്ട് എന്ന് എഴുതുന്നതിനുമാണ് അടുത്ത്. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോടാ? ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ എടാ, ഇനി നമുക്ക് കുറേ ക്വസ്റ്റ്യനുകൾ കുറേ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും റിവൈസ് ചെയ്യാനുള്ള മേജർ ക്വസ്റ്റ്യൻ ഇത് ഞാൻ NCERT എന്ന് പിക്കപ്പ് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മെജോറിറ്റിയും. ചിലപ്പോൾ സ്കൂളിൽ ഇത് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടോ? അത് കുറേയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. സാർ കാണിച്ചു. മാച്ച് ദ ഫോളോയിങ്, വെരി വെരി ഈസി. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ആണ്. ഹോട്ടസ്റ്റ് പാർട്ട് തന്നിട്ടുണ്ട്. ഇന്നർമോസ്റ്റ് സോൺ, മിഡിൽ സോൺ ആൻഡ് ഔട്ടർ സോൺ ഓഫ് ദി കംപ്ലീറ്റ് കമ്പഷൻ. വിച്ച് കളർ ഈസ് ഹാപ്പനിങ് ദർ. ഇപ്പൊ ഞാൻ ഓരോന്നായിട്ട് വേഗം നമുക്ക് നോക്കാം. ഞാൻ താഴെ എഴുതുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഒപ്പം തന്നെ. ഇപ്പോൾ ഓരോ കോളത്തിലെ ആൾക്കാർ എഴുതാം. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതാം? കോളം എ, കോളം ബി, കോളം സി, അങ്ങനെ തന്നെ എഴുതിപ്പോ കേട്ടോ. ഫസ്റ്റ് കോളത്തിൽ ഹോട്ടസ്റ്റ് പാർട്ട്, അത് ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുക? കോളം ബിയിലെ ഹോട്ടസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുക? സാർ വിളിച്ചോ. ക്രിസ്വിൻ പറയടാ, ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുക? ഹോട്ടസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈസ് ഇറ്റ് ഇന്നർമോസ്റ്റ് സോൺ, മിഡിൽ സോൺ ഓർ ഔട്ടർ സോൺ? ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ ആര്? ഔട്ടർ സോൺ. ഓക്കേടാ, വെരി ഗുഡ്. സോ എ പാർട്ട് എന്ന് പറയുന്നത് ഹോട്ടസ്റ്റ് പാർട്ട്. സോ അതിന് ഏതായിരിക്കും കോളം ബിയിൽ വരാ? ഔട്ടർ സോൺ. ഓക്കെ, വെരി ഗുഡ്. ഔട്ടർ സോൺ ആയിരിക്കും വരുന്നത്. സെറ്റ്. ഓക്കെ, അടുത്ത ആളെ വിളിച്ചോ. ഔട്ടർ സോൺ ഏത് കളറാണ് വരുന്നത്? ഈസ് ഇറ്റ് ബ്ലൂ, ബ്ലാക്ക് ഓർ യെല്ലോ? ഫെഡറിക്കോ പറയടാ, ബ്ലൂ ആണോ, ബ്ലാക്ക് ആണോ, യെല്ലോ ആണോ? ബ്ലൂ കളർ ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ് കമ്പഷൻ അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടക്കുന്നതുകൊണ്ട് ബ്ലൂ സോൺ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. ഇനി ബി, മോഡറേറ്റ്ലി ഹോട്ട് ആയിട്ട് വരുന്ന ആരാ? സാറെ വിളിച്ചോ. മേഘ. മോഡറേറ്റ്ലി ഹോട്ട് ആരാ? ഔട്ടർ സോൺ ആണോ, ഇന്നർ സോൺ ആണോ, മിഡിൽ സോൺ ആണോ? മിഡിൽ സോൺ. പിന്നെ യെല്ലോ കളർ. യെസ്, യെല്ലോ കളർ. ഓക്കേടാ, ഫൈൻ, വെരി ഗുഡ്. യെല്ലോ കളർ ആയിരിക്കും വരാം. ലാസ്റ്റ് വൺ, സി പാർട്ട്, ലീസ്റ്റ് ഹോട്ട്, അതാരായിരിക്കും? ആൻഡിയ പറയടാ, ലീസ്റ്റ് ഹോട്ട് ഏതാ? ഇന്നർമോസ്റ്റ് സോൺ. ഓക്കേടാ, ഇന്നർമോസ്റ്റ് സോൺ. പിന്നെ ബ്ലാക്ക് കളർ. വൈ ഇറ്റ് ഈസ് ബ്ലാക്ക് ഇൻ കളർ? Because it has unburned wax particles. Wax particles or combustible particles കേട്ടോ, മെറ്റീരിയൽസ് അൺബേൺഡ് ആയിട്ടുള്ള. കറക്റ്റ് ആണ് പറഞ്ഞത്, അൺബേൺഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് നമുക്ക് പറയാം, സോ സിൻസ് അവിടെ അൺബേൺഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഹാവിംഗ് ദ ലീസ്റ്റ് ഹോട്ടസ്റ്റ് പാർട്ട് കേട്ടോ. ഇന്നർമോസ്റ്റ് സോൺ ഇസ് ലീസ്റ്റ് ഹോട്ടസ്റ്റ് പാർട്ട് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് അൺബേൺഡ് പാർട്ടിക്കിൾസ്. അൺബേൺഡ് ആയിട്ടുള്ള വാക്സ് പാർട്ടിക്കിൾസ്. കാൻഡിലിന്റെ ആണെങ്കിൽ വാക്സ് പാർട്ടിക്കിൾസ് പറയാം. അവിടെ അൺബേൺഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് വരുന്നതുകൊണ്ടാണ് അത് ലീസ്റ്റ് ഹോട്ട് ആയിട്ട് വരുന്നത്. പറഞ്ഞ കാര്യം ഓക്കെ ആണോ? എല്ലാവർക്കും സെറ്റ് അല്ലേടാ? ക്ലിയർ ആണല്ലോ? ജസ്റ്റ് സിമ്പിൾ മാച്ചിങ്, അത് തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആയിരിക്കും, അതുകൊണ്ട് അത് ബേസ് ചെയ്ത് പഠിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? സാർ കാണിച്ചോ. യെസ്, ഇത് വായിച്ചിട്ട് നിങ്ങളൊന്ന് ഇതിന്റെ മീനിങ് പറയാവോ? ഇതിന്റെ മീനിങ് ഒന്ന് പറയാവോടാ? You are provided with 3 watch glasses containing milk, petrol and mustard oil respectively.
Suppose you bring a burning candle near these materials one by one. Near these material one by one. Which material will catch fire instantly and why? ഒന്ന് വായിച്ചിട്ട് ഇതിന്റെ മീനിങ് ആരാ പറയാൻ പോകുന്നത്? പറയാൻ പറ്റും സാർ, ഐ വിൽ സേ ദ മീനിങ് എന്നാണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചു. അയ്യോ കുറെ പേര് സാർ വിളിച്ചോ. ഇതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞേ, എന്താണ് ഈ ക്വസ്റ്റ്യനിൽ ഡിനോട്ട് ചെയ്തത്? ആ പറഞ്ഞോ. ആ നമ്മളൊരു 3 ജാറില് 3 ലിക്വിഡ് വെച്ചിട്ടുണ്ട്. ആ പെട്രോള്, മസ്റ്റർഡ് ഓയില്. ആ ഇതിന് 3ന്റെ അകത്തും ക്യാൻഡിൽ വന്നാല് എത്രയും പെട്ടെന്ന് വൈ ഓക്കേടാ. അപ്പൊ 3 വാച്ച് ഗ്ലാസസ് വെച്ചിട്ടുണ്ട്, 3 കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ട്, അതിൽ മിൽക്ക് ഉണ്ട്, പെട്രോൾ ഉണ്ട്, മസ്റ്റർഡ് ഓയിൽ ഉണ്ട്. അവൻ പറഞ്ഞ പോലെ അതിന്റെ അടുത്തോട്ട് ഒരു ബേണിംഗ് ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ വിച്ച് വൺ വിൽ ബേൺ, വിച്ച് വൺ വിൽ ക്യാച്ച് ഫയർ ഇൻസ്റ്റന്റ്ലി ആൻഡ് വൈ എന്നാണ് ചോദ്യം. ഓക്കേടാ ഫൈൻ, വെരി ഗുഡ് കേട്ടോ. ഞാൻ ആൻസർ വേറെ ഒരാളെ കൊണ്ട് പറയിക്കാം. ഏതായിരിക്കും ഇതിൽ പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യുന്നത്? ആരായിരിക്കും? ഹയ പറയടാ. വാട്ട് ഏതായിരിക്കും ഇതിൽ പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യുന്നത്? വിച്ച് വൺ വിൽ ക്യാച്ച് ഫയർ ഈസിലി? ഏതായിരിക്കും? ഹയ വന്നില്ലേ? ഏതായിരിക്കോടാ? ഏതായിരിക്കും? 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 അൺമ്യൂട്ട് ആവണല്ലേ? ഈശ്വരാ സാർ ഒന്നുകൂടി ഒന്ന് കൊടുത്തു നോക്കിയേ. ഓപ്ഷൻ മഞ്ഞില്ലേ? എന്നാൽ ഞാൻ ഒരാളെ കൂടി വിളിക്കട്ടെടാ. ഒന്ന് ലീവ് ചെയ്തിട്ട് കയറോടാ. ഹയ ഒന്ന് കയറി നോക്കോ. ഓക്കെ യെസ്, അടുത്ത ആൾ വിളിച്ചോ. ഹരിണി പറയടാ. പെട്രോൾ അല്ലേന്നോ? എന്താണ് ഈ പെട്രോൾ പറയാനുള്ള കാരണം? വൈ പെട്രോൾ? വേറെ എന്തെങ്കിലും റീസൺ വരോ? ഇല്ല, കറക്റ്റ് ആണോ പറഞ്ഞത്? പെട്രോൾ തന്നെയാണ് കേട്ടോ. ഓക്കെ കറക്റ്റ് ആണ്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ. വൈ ഇറ്റ് കാച്ചസ് ഫയർ ഈസിലി? ബിക്കോസ് ഓഫ് ഇറ്റ് കാച്ചസ് ഫയർ ഈസിലി. പെട്രോൾ ആണ് ആൻസർ. ആൻഡ് ഇറ്റ് കാച്ചസ്, എഴുതിക്കോളാം, ഇറ്റ് കാച്ചസ് ഫയർ ഈസിലി, കാച്ചസ് ഫയർ ഈസിലി സിൻസ് due to its low, due to its low ignition temperature, due to its low. എന്തായിരുന്നു ഇഗ്നിഷൻ ടെമ്പറേച്ചർ? അടുത്ത ആളെ വിളിച്ചു സാർ. എന്തായിരുന്നു ആ ഇഗ്നിഷൻ ടെമ്പറേച്ചർ? ആരാ? ദർശിത പറയടാ. എന്തായിരുന്നു ഇഗ്നിഷൻ ടെമ്പറേച്ചർ? ആ അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്കേടാ, ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സബ്സ്റ്റൻസ് കാച്ചസ് ഫയർ. ഓക്കേടാ ഫൈൻ, കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ലോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഉള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ബേൺ ചെയ്യാൻ പറ്റും നമുക്ക്. സോ പെട്രോൾ ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. ഇറ്റ് ഹാസ് വെരി ലോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫയർ വരും. ഓക്കെ, ഈസിലി കാച്ചസ് ഫയർ. വേറെ മിൽക്ക മസ്റ്റർഡ് ഓയിലൊക്കെ എടുത്താൽ അങ്ങനെ വരുമോ? കത്തോ പെട്ടെന്ന്? ഇല്ല, കുറച്ചും കൂടി നല്ലോണം ബേൺ ചെയ്യണം. മിൽക്ക് വരൂല ഒട്ടും, പക്ഷെ മസ്റ്റർഡ് ഓയിൽ കുറച്ചും കൂടി ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ക്യാച്ച് ഫയർ. ഓക്കെ, അതിൻ്റെ മിഡിൽ ഒരു ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഇത്തിരി ഹൈ ആണ്, അതുകൊണ്ടാണ് മിൽക്കിന് ഒട്ടും പറ്റൂല. ഓക്കെ, പറഞ്ഞ കാര്യം ഓക്കെ അല്ലേടാ? സെറ്റ് ആണല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് കാര്യം. ഒരു ക്വസ്റ്റ്യൻ കൂടി, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ആ ഒരു കാര്യം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം കേട്ടോ. സാർ കാണിച്ചു. Manu was heating oil to fry potato chips. The cooking oil all of a sudden catches fire. He poured some water to extinguish the fire. Do you think this action was suitable? മനു എന്ന് പറഞ്ഞ ഒരാള്, ഇവിടെ മനു ഉണ്ടോ ആരെങ്കിലും? ഇല്ലല്ലോ, ഇല്ല. മനു എന്ന് പറഞ്ഞ ഒരാള് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കാം. പൊട്ടാറ്റോ ചിപ്സ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് ആരൊക്കെ ഉണ്ടാക്കും ഇതിൽ? ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെ പറ്റിയിട്ടുണ്ടോ? ബേൺ ആയിട്ട് വന്നിട്ടുണ്ടോ? ഓയിൽ ഇങ്ങനെ കത്തിയിട്ടുണ്ടോ ആരെങ്കിലും? ഇതിൽ ചൂട് കൂടിയിട്ട് ഉണ്ടാടാ ആരെങ്കിലും? ഇല്ല, ഫ്രഞ്ച് ഫ്രൈസ് തന്നോളൂ. ഓക്കെ ഫൈൻ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മനു ഇതുപോലെ ഒന്ന് ബേൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ കുക്കിംഗ് ഓയിൽ പെട്ടെന്ന് ഫയർ വന്നു. ഓക്കെ, അത് കത്തി. ഹി poured some water to extinguish that. വാട്ടർ ഇട്ട് കത്തി തീ വന്നല്ലോ, അപ്പോൾ വാട്ടർ ഇട്ട് എക്സ്റ്റിങ്വിഷ് ചെയ്തു. ഡു യു തിങ്ക് ദിസ് ഈസ് സ്യൂട്ടബിൾ? ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ ചെയ്യേണ്ടത്? വാട്ടർ ആണോ ആഡ് ചെയ്യേണ്ടത്? ആണോ? ഇഫ് നോട്ട് വൈ? അപ്പൊ ഞാൻ കുറെ പേര് പറയുന്ന അല്ല സാർ ഇത് തെറ്റായിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്താ റീസൺ? വൈ? സാർ വിളിച്ചോ. ഹന്ന പറയടാ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? Because oil, water is
heavier than oil. So Oil is floating. yes, oil will float on the surface of water. അല്ലെ, oil float ചെയ്യും and it will also be burning. So water can't extinguish the fire. Okay, very good. അത് തന്നെയാണ്. Due to its low density, oil will be floating on the surface of the water and it will be burning also. അത് burn ചെയ്തുകൊണ്ടേയിരിക്കും and water cannot extinguish that. അപ്പൊ അങ്ങനെ വരുമ്പോൾ പറ്റൂല. പിന്നെ എങ്ങനെ ചെയ്യോടാ? In such a condition what should? എന്ത് ചെയ്യണം അപ്പോ? ഫയർ എക്സ്റ്റിംഗ്വിഷർ. എങ്ങനെയുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യണം? വാട്ടർ ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് യൂസ് ചെയ്യാമല്ലോ. Carbon dioxide. Yes, either carbon dioxide or sand should be used to extinguish the fire. Okay, അതായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. either carbon dioxide യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സാൻഡ് യൂസ് ചെയ്യാം. ഈ രണ്ടെണ്ണം ഓയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലടാ? ഓക്കെ ആണല്ലോ. സോ ആൻസർ ആയിരിക്കും എല്ലാവരും. ഇഫ് നോട്ട് വൈ എന്നുള്ളത് നോ ആൻസർ. No, it is not a correct suitable action. It is not a suitable action. Suitable action. Suitable action. Suitable action. Okay, suitable action as oil will float on the surface of water, on the surface of water. Oil will float on the surface of water. Oil will float on the surface of water due to its low density. Due to its low density. Low density കേട്ടോ. ലോ ഡെൻസിറ്റി കാരണം ഇറ്റ് വിൽ ഓൾവേസ് ബി ഫ്ലോട്ടിംഗ് ഓൺ ദ വാട്ടർ. അതൊരു കാര്യമാണ്. ഇനി അതിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇൻ സച്ച് എ കേസ് വാട്ട് ഷുഡ് ബി ഡൺ എന്ന് പറഞ്ഞു. എന്താ? ദ ഫയർ ഷുഡ് ബി എക്സ്റ്റിംഗ്വിഷ്ഡ് ബൈ using carbon dioxide or sand. കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ സാൻഡ് യൂസ് ചെയ്തിട്ട് വേണം എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ കേട്ടോ. സാൻഡ് യൂസ് ചെയ്തിട്ടായിരിക്കും എക്സ്റ്റിംഗ്വിഷ് ചെയ്യാം. പറഞ്ഞ കാര്യം ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേടാ? സാൻഡ് യൂസ് ചെയ്തായിരിക്കും എക്സ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യം ഓക്കെ അല്ലേടാ? സോ കമ്പഷൻ ആൻഡ് ഫ്ലെയിം ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? ഐഡിയ കിട്ടിയല്ലോടാ? യെസ്. അപ്പൊ ഞാനൊരു 2-3 ക്വസ്റ്റ്യൻസ് ഇതിൽ ചെയ്തിട്ട് ഞാൻ ബ്രേക്ക് തരാം കേട്ടോ എല്ലാവർക്കും. ഓക്കെ, കെമിക്കൽ എഫക്ട്സിന്റെ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യനുകളുടെ ഫസ്റ്റ് നമ്മുടെ MCQs ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ ആണല്ലോ? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേടാ? എഴുതിയായിരുന്നു എല്ലാവരും? കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? സെറ്റ് അല്ലേ? ഇനി ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഒന്ന് ലോവർ ചെയ്തോ സാറേ. ഇനി ആരെങ്കിലും ആൻസർ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തോടാ. കംപ്ലീറ്റ് ആവാത്തവരുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. കമ്പഷൻ ആൻഡ് ഫ്ലെയിമിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഏതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇല്ല? ഓക്കെ ആണ്. ഏകദേശം നമ്മൾ എത്ര പ്രാവശ്യം റിവൈസ് ചെയ്താണ് ഇപ്പോൾ? 3 പ്രാവശ്യത്തോളം റിവൈസ് ചെയ്തല്ലേ? ഇനി പഠിക്കാനുള്ള ഇതൊന്നുമില്ല. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. അപ്പോൾ സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചാപ്റ്ററിലോട്ട് പോയാലോ? ദാറ്റ് ഈസ് കെമിക്കൽ എഫക്ട്സ് ഓഫ് കറണ്ട് കേട്ടോ. ഉള്ളതിൽ വെച്ച് ഇത്രയും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് ചിലപ്പോൾ തോന്നാവുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ എഫക്ട്സ്. ഞാൻ ഈ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി കാര്യങ്ങൾ നോക്കാനുണ്ട്. ഓക്കെ, കെമിക്കൽ എഫക്ട്സ് ഓഫ് കറണ്ട്. തേടാ നോക്കിക്കോ. അതിലെ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ചെയ്യാം. സാർ അടുത്ത സ്ലൈഡ്. സോ കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. ആൻഡ് ഇലക്ട്രിക് കറണ്ട് ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റിംഗ് എഫക്ട് ഓൺലി, കെമിക്കൽ എഫക്ട് ഓൺലി, മാഗ്നറ്റിക് എഫക്ട് ഓൺലി, കെമിക്കൽ ഹീറ്റിംഗ് ആൻഡ് മാഗ്നറ്റിക് എഫക്ട്. ഏതായിരിക്കും ആൻസർ വരാം? വിച്ച് ഈസ് ദ ആൻസർ? ആരാ? അക്മലെ, ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഏതായിരിക്കും? ഇലക്ട്രിക് കറന്റ് ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റിംഗ് എഫക്ട്, കെമിക്കൽ എഫക്ട്, മാഗ്നറ്റിക് എഫക്ട് ഓർ കെമിക്കൽ ഹീറ്റിംഗ് ആൻഡ് മാഗ്നറ്റിക് എഫക്ട്. ഇതിൽ ഏതാ ആൻസർ? ഡി ആണ്. ഉറപ്പാണോ? വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരാം. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് എഫക്ട്, കെമിക്കൽ എഫക്ട് ദാറ്റ് ഈസ് റിയാക്ഷൻ,
ആൻഡ് ഓൾസോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഹീറ്റിംഗ് എഫക്ട്. ഓക്കെ സെറ്റ് അല്ലേ? ഓക്കെ ആടാ, കറക്റ്റ് ആണ്. ഇതൊക്കെ ഒരു എക്സാമ്പിൾ പറയാവോടാ? ഹീറ്റിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ എന്താ? ഹീറ്റിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ ഏതായിരിക്കും? സാറെ വിളിച്ചോ. അഭിനവ്, ഹീറ്റിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ ഏതാ? ഇലക്ട്രോപ്ലേറ്റിംഗ് കെമിക്കൽ എഫക്റ്റാ ഹീറ്റിംഗ് എഫക്ട്. ഹീറ്റിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ ചൂടാവുന്നത്, കറണ്ട് പാസ് ചെയ്യുമ്പോൾ ചൂടാവുന്നത് ഏത് കേസിലാണ്? ഒരു എക്സാമ്പിൾ അതാ ഞാൻ ചോദിച്ചത്. എനി എക്സാമ്പിൾ ഫോർ ദാറ്റ്? ഓർമ്മയില്ല? ഒന്ന് ആലോചിച്ച് നോക്ക് നീ. ഞാൻ ഒരാളെയും കൂടി വിളിക്കാം. സാറെ വിളിച്ചോ, അതെ കുറെ പേര് ടാറ്റ. അത് നീ പറയടാ, ഏതായിരിക്കും? ഹീറ്റിംഗ് എഫക്റ്റ് ഇപ്പൊ ഞാൻ പറയാന്ന് പറഞ്ഞ് കുറെ പേര് വെക്കുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും ചാൻസ് കൊടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് എല്ലാവരും വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ഡോണ്ട് വെറി. അവിടെ അതിഥിക്ക് പറഞ്ഞൂടാ, നീ തേക്കാറുണ്ടോ ക്ലോത്ത്സ് ഒക്കെ? അയൺ ചെയ്യാറുണ്ടോ? അയണിങ് എന്ന് പറയുന്ന ആ ഇലക്ട്രിക്കൽ അയൺ വർക്ക് ചെയ്യുന്ന എങ്ങനെയാ? തേപ്പൂട്ടി എന്ന് പറയുന്ന സാധനമൊക്കെ വർക്ക് ചെയ്യുന്ന എങ്ങനെയാ? ഇറ്റ് ഈസ് യൂസിങ് ഹീറ്റിംഗ് എഫക്ട് കേട്ടോ. ഹീറ്റിംഗ് എഫക്റ്റോ കറണ്ട് ഉപയോഗിച്ചാൽ കൂടുതലായിട്ട് നിങ്ങൾ ഫിസിക്സിൽ നെക്സ്റ്റ് ഇയറിൽ പഠിക്കും. ഇപ്പൊ തൽക്കാലം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഹീറ്റിംഗ് എഫക്ട് എന്ന് പറയുന്നത് അയൺ ആണ്, ഇലക്ട്രിക്കൽ അയൺ ആണ് എക്സാമ്പിൾ വരാം. മാഗ്നറ്റിക് എഫക്റ്റാ? മാഗ്നറ്റിക് എഫക്ട് സാർ അവിടെ ചാർട്ട് കാണിക്കുന്ന ആൾക്കാരെ വിളിച്ചോ. ഫർഹാൻ പറയടാ. അതിഥി ഒന്ന് ആലോചിക്കണോട്ടാ അത്. ഓക്കെ, magnetic compass. Whenever we are actually winding ഒരു electrical wire around the magnetic compass and then current is passed through that, the compass will be deflecting the needle. അല്ലേ? There will be deflection in the needle. So we can say that it produces a magnetic effect also. Okay അല്ലേടാ? അതും കൂടി പറയാം. കെമിക്കൽ എഫക്റ്റിന്റെ എക്സാമ്പിൾ ആണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ബിക്കോസ് whenever we are actually പാസിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ എ സൊല്യൂഷൻ, അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? കണ്ടക്ട് ചെയ്തിട്ട് ആൻഡ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് നടക്കണം. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ദിസ് വൺ. ഓക്കെ, പറഞ്ഞ കാര്യം ഓക്കെ അല്ലാണ്? ഇലക്ട്രിക്കൽ കെമിക്കൽ എഫക്റ്റിന്റെ എക്സാമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാർ കാണിച്ചു. Which of the following metals is used in the electroplating to make objects appear shiny? Is it iron, copper, chromium or aluminum? ഇതിൽ ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക? ഏതാടാ യൂസ് ചെയ്യുന്നത്? അനുശ്വര പറഞ്ഞാൽ ഇതിൽ ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യാം? പക്ഷെ കുറെ നേരമായി ടാറ്റ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവളെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് പരാതി. പറ. ഓപ്ഷൻ സി. ആരാ? അല്ലേ? ആണ്. ചില ആൾക്കാരുണ്ട് എല്ലാത്തിനും ആൻസർ പറയും, അവസാനം ആ ഉറപ്പില്ലാത്തതിന് എന്നെ സാറ് വിളിക്കുള്ളൂ അല്ലേ? എനിക്കുണ്ടായിരുന്നു ഇതുപോലെ. ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ ക്ലാസ്സിൽ വെച്ചിട്ട് സോഷ്യൽ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അന്ന് ഫുള്ള് എല്ലാം പഠിച്ചിട്ടൊക്കെ പോയേക്കാണ് കേട്ടോ ടീച്ചർ. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞേക്കാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ തല്ലും, അടിയാണ്. അപ്പോൾ എല്ലാവരും അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. വീട്ടിൽ അമ്മ നല്ലോണം തല്ലിയൊക്കെ പഠിപ്പിച്ചിട്ട് വിട്ടേക്കാം 5ാം ക്ലാസ്സിൽ. അപ്പോൾ പഠിച്ചിട്ട് പോയപ്പോഴത്തേക്കും അവർ പറയുമ്പോൾ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ആൻസർ പറഞ്ഞു, ഇതൊക്കെ സിമ്പിൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മിസ്സിന് പറയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അന്ന്. അവസാനം എന്നോടൊന്നും ചോദിച്ചു. ലാസ്റ്റാണ് എന്നോട് ചോദിച്ചില്ല കേട്ടോ, അത്ര എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് എന്നോട് വന്നിട്ട് ചോദിച്ചത്. ഒരു ചെറിയൊരു ആൻസർ ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലടാ സാർ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെന്തായാലും അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചോദിച്ചതാ. എന്നിട്ടേക്ക് അത് മറന്നുപോയി. അത് ഞാൻ ഓർക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിൽ എന്തോ സാധനമായിരുന്നു, മറ്റേ ലോർഡ് വെല്ലസ്ലിന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ആളുടെ ബേസ് ചെയ്തിട്ട് എന്തോ ആയിരുന്നു ചോദിച്ചത്. ഡൽഹൌസിയുടെയും ലോർഡ് വെല്ലസ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾക്കാരുടെ കുറച്ച് സാധനങ്ങളാണ്. ആ സാധനം അറിയോ ആർക്കെങ്കിലൊക്കെ? മറ്റേ ലോർഡ് ഡൽഹൌസിയുടെ എന്തോ ഒരു സാധനം ഞാൻ മറന്നുപോയി. അത് വെല്ലസ്ലിയും ആരൊക്കെയായിരുന്നു അത്? സാറെ വിളിച്ചോളെ ഇവാന. ആഹാ, വെറുതെ രാറ്റ കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഓഹോ, ആഹാ, ഓ എന്നെക്കാൾ കഷ്ടമുള്ള നീ. അതെ, ഓഹോ, അതെന്താ ഞാൻ പറഞ്ഞത്. ചില ആൾക്കാർ ഇവിടെ കുറെ നേരമായി ടാറ്റൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അവസാനം ഞാൻ ചോദിക്കും, ഇതിന് മുമ്പത്തെ വരെ എനിക്കറിയായിരുന്നു, ഇതായിരുന്നു പ്രശ്നം പറ്റിയത്. അങ്ങനെ ആ ഒരു കൃത്യമായിട്ട് നോക്കിയേക്കാം. സോ ദ ആൻസർ വിൽ ബി ക്രോമിയം കേട്ടോ, ഡൗട്ടൊന്നും വേണ്ട, ക്രോമിയം തന്നെയാണ്. ഓക്കെ സെറ്റ്. ഓക്കെ, അന്ന് എനിക്ക് തല്ലും കിട്ടി. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഇത്രയും ഞാൻ പഠിച്ചിട്ടൊക്കെ പോയിട്ട് അത്രയും ആൻസറൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. എന്നിട്ട് ആ ടീച്ചറിനെ ഞാൻ ഇപ്പോഴും കാണാറുണ്ട് സ്കൂളിൽ. എൻ്റെ വീടിന് അടുത്ത് തന്നെയാണ്. അപ്പോൾ
മൂവിങ് പറവൂരിൽ തന്നെയായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പോൾ വന്ന സമയത്ത് അല്ലെങ്കിൽ ഞങ്ങൾ വൈകുന്നേരമൊക്കെ പോകുന്ന സമയത്തൊക്കെ ബസ് സ്റ്റോപ്പിലൊക്കെ വെച്ച് ചിലപ്പോൾ കാണാറുണ്ട്. അപ്പോൾ ടീച്ചർ പറയും, അപ്പോൾ ഞാനും പറയും ഈ സാധനം ഇപ്പോഴും മറന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട്. എന്ന് വെച്ചാൽ പഠിച്ച സാധനം മറന്നുപോയി, എന്നാലും ഈ കാര്യം മറക്കാറില്ല. എപ്പോഴും പറയും ഇങ്ങനെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ. കൂട്ടുകാരും പറയും കേട്ടോ, ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോഴും പറയും. എന്ന് വെച്ചാൽ എന്നെ 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചൊരു ഓൾറെഡി കുറേ കഴിഞ്ഞട്ടോ, എന്നാലും ഇപ്പോഴും ചിലപ്പോൾ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഇതൊക്കെ പറയാറുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലൊക്കെ? എന്താടാ ഉണ്ടല്ലേ? എല്ലാ ദിവസവും കിട്ടാറുണ്ടോ? നോഹോ, അത് അനുഭവം എന്ന് പറയാൻ പറ്റില്ല, അത് ഡെയിലി നടക്കാൻ റിച്വൽ, അത്രേ ഉള്ളൂ. അങ്ങനെയല്ല, അതല്ല, ഇതെനിക്ക് വല്ലപ്പോഴും കിട്ടിയ കാര്യം ഞാൻ ഓർത്ത്. ഓക്കെ, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യട്ടോ, ഒരു ബ്രേക്ക് ആരട്ടെ, ബ്രേക്ക് എടുത്താലോ? ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻ ചെയ്താലോ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു ബ്രേക്ക് എടുത്തോ. ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് 10 minutes ബ്രേക്ക് കഴിഞ്ഞ് വന്ന് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം കേട്ടോ. വേഗം പോയിട്ടോ. ഓക്കേടാ, എല്ലാവരും വേഗം തിരിച്ചു വരാം. വീഡിയോ ഓൺ ചെയ്യാം. വേഗം 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 വന്നോ, വേഗം വരൂ, വേഗം വരൂ, വേഗം എല്ലാവരും. സാർ ഈ വെള്ളം നല്ലതാണോ? നല്ലതാണ്. ഓക്കെ, ഫൈൻ. വേഗം വന്നേടാ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വേഗം വേഗം വീഡിയോ ഓൺ ചെയ്യൂ. വേഗം വീഡിയോ ഓൺ ചെയ്യാട്ടോ എല്ലാവരും. വേഗം വേഗം റൈസ് ഹാൻഡ് ഒക്കെ ചെയ്തോ. ഓക്കെ, യെസ്, വേഗം വീഡിയോ ഓൺ ചെയ്യൂ. വേഗം 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 വീഡിയോ ഓൺ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? സമയം കളയണ്ട, കാരണം കുറച്ച് ക്വസ്റ്റ്യനുകൾ കൂടി നമുക്കുണ്ട്. അപ്പോൾ വേഗം ചെയ്യാം കേട്ടോ. സാറേ കാണിച്ചു, അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു കേട്ടോ. Which of the following solution will not make the bulb glow? Sorry, ബബിൾ അല്ല, ബൾബ് ഗ്ലോ. ഈ സൊല്യൂഷൻസ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചേക്കാണ്. സൊല്യൂഷനിൽ നമ്മൾ 2 ഇലക്ട്രോഡ്സ് വെച്ചിട്ടുണ്ട്, ബൾബ് ഉണ്ട്, ആൻഡ് ദർ ആർ ബാറ്ററി ഓൾസോ. അങ്ങനെയാണ്, സെല്ലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതൊക്കെ സൊല്യൂഷൻ ആയിരിക്കും ബൾബ് ഗ്ലോ ചെയ്യാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെ ആയിരിക്കും ബൾബ് ഗ്ലോ ചെയ്യാത്തതിൽ? ഏതായിരിക്കും ബൾബ് ഗ്ലോ ചെയ്യാത്തത്? സാറേ വിളിച്ചോ. സാബിൻ എന്നാണോ സാബിൻ പറയടാ. സോഡിയം ക്ലോറൈഡ് എസ് ഇല്ല കേട്ടോ, സോഡിയം ക്ലോറൈഡ് ഉള്ളേ. സോഡിയം ക്ലോറൈഡ് കണ്ടക്ട് ചെയ്യോ? കണ്ടക്ട് ചെയ്യും. കണ്ടക്ട് ചെയ്താൽ മാത്രമല്ലേ ബൾബ് കത്തോളൂ, എന്നാലേ സർക്യൂട്ട് ക്ലോസ് ആവുള്ളൂ. സോ അത് കറണ്ട് കിട്ടുള്ളൂ. ഓക്കേടാ. സോ സോഡിയം ക്ലോറൈഡ് എന്തായാലും ബൾബ് ഗ്ലോ ചെയ്യും. ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യാത്ത ആൾക്കാർ വിൽ നോട്ട് മേക്ക് ദ ബൾബ് ഗ്ലോ. നമുക്ക് നോക്കണം. ഓക്കേടാ, ഫൈൻ. അപ്പൊ സോഡിയം ക്ലോറൈഡ് ബൾബ് ഗ്ലോ ചെയ്യും. ഇനി ബി, കോപ്പർ സൾഫേറ്റ്. അടുത്ത ആൾ വിളിച്ചോ. ശ്രാവൺ പറയടാ, കോപ്പർ സൾഫേറ്റ് ബൾബ് ഗ്ലോ ചെയ്യോ? വിൽ ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? അങ്ങനെയാണെങ്കിൽ അത് ബൾബ് ഗ്ലോ ചെയ്യും. കണ്ടക്ട് ചെയ്യുമെന്ന് മാത്രം നോക്കിയാൽ. കണ്ടക്ട് ചെയ്യോ? ശ്രാവൺ പറയടാ. ശ്രാവണേ, എടാ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റണല്ലോടാ. അയ്യോ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ നിനക്ക്? ശ്രാവൺ, അയ്യോ, മിണ്ടുന്നില്ലേ? ഓക്കെ, നീയാ അൺമ്യൂട്ട് ചെയ്തോടാ. സിയ പറഞ്ഞോ. കോപ്പർ സൾഫേറ്റ് കണ്ടക്ട് ചെയ്യോ? കണ്ടക്ട് ചെയ്യും. സോ ബൾബ് ഗ്ലോ ചെയ്യോ? അപ്പോ കണ്ടക്ട് ചെയ്യുമെങ്കിൽ ഗ്ലോ ചെയ്യും. ഓക്കേടാ, ബൾബ് വിൽ ഗ്ലോ. ഫൈൻ, ഓക്കെ ആണ്, പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. കണ്ടക്ട് ചെയ്യോ കേട്ടോ. ഇനി സിൽവർ നൈട്രേറ്റ് കണ്ടക്ട് ചെയ്യോ? അടുത്ത ആൾ വിളിച്ചോ. അശ്വിൻ, സിൽവർ നൈട്രേറ്റ് കണ്ടക്ട് ചെയ്യോടാ. കണ്ടക്ട് ചെയ്യോ സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്ന ആള്? അശ്വിനെ കേൾക്കണോടാ, പറ. കണ്ടക്ട് ചെയ്യോ ഇല്ലയോ? അവന്റെ ഹെഡ്സെറ്റ് ആണ്. ഇല്ലടാ, കേൾക്കണോടാ. ആ ഹെഡ്സെറ്റ് ഒന്ന് ഡിസ്കണക്ട് ചെയ്തേ. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അല്ലേ? ഹലോ, അയ്യോ, അവന്റെ സൗണ്ട് കേൾക്കണല്ലോ. കേൾക്കണോടാ. അടുത്ത ആളെ വിളിച്ചോ. സോറി, പോട്ടെ, കുഴപ്പമില്ല. 10 രൂപ പറയടാ. ചെയ്യും. വൈ? സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റ് അല്ലേ ഞാൻ ചോദിച്ചത്? സിൽവർ നൈട്രേറ്റ് എന്തുകൊണ്ടാണ് കണ്ടക്ട് ചെയ്യുന്ന പറഞ്ഞത്? ബിക്കോസ് ദേ ആർ ഓൾ സോൾട്ട്സ്. സോഡിയം ക്ലോറൈഡ് ആയിക്കോട്ടെ, കോപ്പർ സൾഫേറ്റ് ആയിക്കോട്ടെ, സിൽവർ നൈട്രേറ്റ് എന്ന് പറയാൻ സോൾട്ടുകളാണ്. അതായത് ഒരു വെള്ളത്തിലിട്ടാൽ ഡിസോൾവ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് സോൾട്ട്. ബിക്കോസ് സോൾട്ട് എന്ന് വിളിക്കാൻ കാരണം അതിൽ അയോണുകളുണ്ട്.
ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ അയോണുകളായിട്ട് മാറും. അങ്ങനെയുള്ള സോൾട്ടുകളാണ് ഈ പറഞ്ഞ സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, അതേപോലെ തന്നെ സിൽവർ നൈട്രേറ്റ്. അവരെല്ലാവരും അതുകൊണ്ട് അയോൺസ് ആയിട്ട് മാറുന്നതുകൊണ്ട് ഈസി ആയിട്ട് അവർക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ അല്ലേടാ? എന്നാ ഷുഗർ സൊല്യൂഷൻ കണ്ടക്ട് ചെയ്യോ? ഷുഗർ സൊല്യൂഷൻ ഇൻ ഡൈലൂട്ടഡ് വാട്ടർ കണ്ടക്ട് ചെയ്യോടാ? കണ്ടക്ട് ചെയ്യോ? ഇല്ല, കണ്ടക്ട് ചെയ്യൂല. ഓക്കെ, വൈ? Because it is neither so acidic basic or ബിക്കോസ് ഇത് തന്നെയാണ്, അസിഡിക്കും ബേസിക്കും ഒന്നല്ല. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഡസ് നോട്ട് ഗിവ് എസ് അയോൺസ്. അയോൺസ് ഇല്ല. അയോൺസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ, സോ ഓപ്ഷൻ ഡി വിൽ ബി ദ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഗിവ് എസ് എനി അയോൺസ് ഇൻ ദ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി അയോൺസ്. ഷുഗർ സൊല്യൂഷൻ ഡസ് നോട്ട് contain any ions. കേട്ടോ, അയോൺസ് ഒന്നുമില്ല. contain any ions. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേടാ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? റെഡി ആയിട്ടില്ല? യെസ്. അപ്പോൾ ഇതൊന്ന് നോക്കിക്കോളണം കേട്ടോ. വേറെ ദി അതർ വൺ സോഡിയം ക്ലോറൈഡ് ആയിക്കോട്ടെ, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്, ഇതെല്ലാം തന്നെ എന്തായിരിക്കും? അവരെല്ലാവരും കണ്ടക്ടിങ് ആണ്. ബിക്കോസ് ദേ ഹാവ് അയോൺസ്. അവർ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും ആൻഡ് ദേ വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പറഞ്ഞ കാര്യം ഓക്കെ ആണോ? സെറ്റ് അല്ലേടാ? ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിച്ചോ. ഓക്കെ ആണെങ്കിൽ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് നോക്കാം കേട്ടോ. അടുത്തത് നോക്കാം. ഓക്കെ, യെസ്. ഇതേടാ ഒന്ന് വായിച്ചേ. Paheli set up an experiment using a liquid A in the solution beaker shown in figure 14.4. അത് ഈ ഫിഗർ ആണ് കേട്ടോ. And she observed that the bulb glows. She then replaced the liquid A with another liquid B. വേറൊരു ലിക്വിഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു എനെ. This time the bulb did not glow. ബൂജോ സജസ്റ്റഡ് റീപ്ലേസിംഗ് ഇവിടെ ബൂജോ പഹേലി വരുന്നുണ്ട്. രണ്ടുപേരെയും നമ്മൾ എപ്പോഴും നോക്കിക്കൊള്ളണം, കാരണം ഇവരെ ബേസ് ചെയ്തിട്ട് തന്നെ എക്സാമിന് ഇങ്ങനെ ചോദിക്കാറുണ്ട്. Okay, Bujo suggested that replacing the bulb by an LED. Bujo suggested replacing the bulb with an LED, and they observed that LED glows. Why? Explain. LED glow ചെയ്യേണ്ടത്. ഓഹോ, എന്തുകൊണ്ടായിരിക്കും LED glow ചെയ്യുന്നത് എന്നാണ് ചോദ്യം. Why? സാർ വിളിച്ചോ. ചിന്മയ്, why does the LED glow? LED only needs a weak current to glow അല്ലേ? വേറെ നോർമൽ ബൾബ് എന്ന് പറയുന്നത് ഇറ്റ് നീഡ്സ് സം മോർ കറണ്ട് അല്ലേ? വെരി വീക്ക് കറണ്ട് ആണെങ്കിൽ പോലും LED ഗ്ലോ ചെയ്യും. ദാറ്റ്സ് വൈ LED ഈസ് ഗ്ലോയിങ് ഇൻ ദ ലിക്വിഡ് ബി. ഓക്കേടാ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ റീസൺ. LED will glow in even very low current, very weak current കേട്ടോ. even very weak current will glow even in even very weak current കേട്ടോ. very weak current. ഓക്കെ അല്ലേ പറഞ്ഞ കാര്യം? LED will glow in even very weak current ആയിരിക്കും വരാം. പറഞ്ഞ കാര്യം സെറ്റ് ആണല്ലോ? ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ എന്തായാലും നോക്കാം. ഓക്കെ, ഈവൻ വെരി വീക്ക് കറണ്ട്, LED വിൽ ഗ്ലോ ഇൻ ഈവൻ വെരി വീക്ക് കറണ്ട്. പറഞ്ഞ കാര്യം ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? സോ അതാണ് റീസൺ. ഇനി കണ്ടക്റ്റീവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് A ഈസ് ആക്ച്വലി ഹാവിങ് എ ലോട്ട് മോർ കണ്ടക്ടിവിറ്റി, വേറസ് LED B എന്ന് പറയുന്നത് ലിക്വിഡ് B എന്ന് പറയുന്നതിൽ ഇറ്റ് ഈസ് ഹാവിങ് വെരി ലെസ് കണ്ടക്ടിവിറ്റി. അതുകൊണ്ടാണ് വളരെ വീക്ക് ആയിട്ടുള്ള കറണ്ട് ഈസ് പാസിങ് ത്രൂ ഇറ്റ്. സോ അതുകൊണ്ടാണ് അവിടെ ബൾബ് ഗ്ലോ ചെയ്യാതെ വേറെ LED ഈസ് ഗ്ലോയിങ്. പറഞ്ഞ കാര്യം ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ക്ലിയർ ആണല്ലോ? ഒബ്സർവേഷൻ ഏതാനാണ്, ഭയങ്കര എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട, വളരെ ഷോർട്ടാക്കി എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ. അതാണ് കെമിസ്ട്രിയുടെ ഗുണം. ബയോളജിയും ഫിസിക്സ് ഒക്കെ നിങ്ങൾ എഴുതാൻ കുറച്ചുണ്ട്, വേറെ കെമിസ്ട്രിയിൽ നിങ്ങൾ ആ പോയിന്റ് കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിന് മാർക്ക് വീഴും. ഓക്കെ, അതുകൊണ്ടാണ്. സോ എന്തായാലും നോക്കിയേക്കാം. പറഞ്ഞ കാര്യം ഓക്കെ അല്ലേടാ? സെറ്റ് ആണല്ലോ? ക്ലിയർ അല്ലേ? ഈവൻ നെക്സ്റ്റ് ഇയറിലായാലും നിങ്ങൾക്ക് അത്ര തന്നെ ഉള്ളൂ. എല്ലാത്തിൻ്റെയും എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ യുവർ തിങ്കിങ് ആണ് എല്ലാം പറയുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് എഴുതേണ്ടതായതുകൊണ്ട് തന്നെ എന്താ അവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ സ്മോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നോക്കിയേക്കാം. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ ആണല്ലോ? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ആരാണ് ആ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ആദിത്യനാണോ? അതിൻ്റെ ഇപ്പുറത്ത് തട്ടോട്ടേക്കുന്ന ആരാണത്?
മിൻഹ നീ എന്തോന്നാടാ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ? പോപ്കോണാ തിന്നുകൊണ്ടിരിക്കുന്ന? സിനിമയെ നീ കണ്ടുകൊണ്ടിരിക്കുന്നേ? ബ്രെഡാ? എന്ത് നീ ഇങ്ങനെ പെറുക്കി പെറുക്കി തിന്നുന്നോ? ബ്രെഡ് റോസ്റ്റാ? ഓ അത് പുതിയ സാധനമുള്ള. അതെന്താ സാധനം? ഓ ബ്രെഡ് മറ്റേ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നെയ്യിലിട്ട് പൊരിച്ചെടുക്കുന്ന സാധനം. ഓഫ്. ഓ ഇഷ്ടമാണോ അവനക്കത് സാധനം? എന്നാ അതെടുത്ത് മാറ്റി വെച്ചേ. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കും. ആ ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് തിന്നാം നമുക്കിനി. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് തിന്നാം. ആ വിശക്കണ്ട അവനക്ക്? നീ കഴിച്ചോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ വെറുതെ ഈ അഭിജിത്ത് സാറിൻ്റെ നിന്നൊക്കെ കൊതിയൊക്കെ കിട്ടും. അടുത്ത അവസാനം വായകളൊക്കെ ഇനി എക്സാം ഒക്കെ എഴുതാനുള്ളതാണ്. ലൂസ് മോഷനൊക്കെ ആയ പണിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഒന്ന് നീ കഴിച്ചോ, വെറുതെ പറഞ്ഞാടാ. അത് മാത്രമായിട്ട് ശ്രദ്ധിക്കരുത്, ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ വേറെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. സാർ അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു. Observe the following circuit. The current does not flow in the circuit if there is a gap between the two wires. ഇവിടെ രണ്ട് വയേഴ്സിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. So current does not flow. Does it indicate that air is a poor conductor of electricity? Does air never conduct electricity? Explain. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എയർ കണ്ടക്റ്റീവ് പുവർ കണ്ടക്ടർ ആണ് എന്നാണോ? ആണോ? പുവർ കണ്ടക്ടർ ആണോ എയർ? ഇങ്ങനെ രണ്ടെണ്ണം വെറുതെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടക്ട് ചെയ്യൂലെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എയർ മീനിങ് അതിൻ്റെ ഇടയിൽ സൊല്യൂഷൻ ഒന്നുമില്ല, എയർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എയർ കണ്ടക്റ്റീവ് ആണോ? എയർ കണ്ടക്റ്റീവ് ആണോ? കണ്ടക്റ്റീവ് ആണോ? കണ്ടക്റ്റീവ് ആണോ? കണ്ടക്റ്റീവ് ആണോ? സാർ വിളിച്ചോ. Can you say that air is a poor conductor of electricity? Yes ആണോ നോ ആണോ? Yes, air is a poor conductor of electricity. Okay da, very good. Air is a poor conductor of electricity. അങ്ങനെയാണെങ്കിൽ കിട്ടി, air is a poor conductor of electricity because അതിൽ വേറെ അയോൺസ് ഒന്നുമില്ല. കാരണം ഇത്രേ ഉള്ളൂ, poor conductor ആണ്. Does air never conduct electricity? Air എപ്പോഴും കണ്ടക്ട് ചെയ്യാതിരിക്കോ? എപ്പോഴും poor conductor of electricity ആണ്. Electricity. Can air conduct electricity at any time? ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എയർ കണ്ടക്ട് ചെയ്യാനുള്ളത്? എപ്പോഴാ? ലൈറ്റ്നിങ് ടൈമിൽ. ഓക്കേടാ, ഡ്യൂറിങ് ലൈറ്റ്നിങ് ആക്ച്വലി എയർ കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്ട്രീക്ക് പോലെയൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഡ്യൂറിങ് ലൈറ്റ്നിങ് എയർ വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഡ്യൂറിങ് ലൈറ്റ്നിങ് എയർ വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി കേട്ടോ. എയർ വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, പറഞ്ഞ കാര്യം ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? കണ്ടക്ട് ഇലക്ട്രിസിറ്റി. എയർ വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സെറ്റ് ആണല്ലോ? ഓക്കെ, എയർ വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി കേട്ടോ. സോറി, താഴെ ഡ്യൂറിങ് ലൈറ്റ്നിങ് എയർ വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അത്ര മതി, അതിൽ കൂടുതൽ വേണ്ട. ഓക്കെ, സെറ്റ് അല്ലേ? എഴുതിക്കോടാ, ഇതിൻ്റെ റീസൺ കൂടി എഴുതിക്കോട്ടോ. റീസൺ കൂടി എഴുതിക്കോ. പറഞ്ഞ കാര്യത്തിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? സാർ ഒന്ന് ലോവർ ചെയ്യാവോ? ലോവർ ചെയ്തോ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റീസെൻഡ് ചെയ്തോ, ചോദിച്ചോ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. വേഗം ചോദിച്ചോടാ. വേറെ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോവാം. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സാറേ കാണിച്ചു, അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു. Observing that the bulb does not glow in the circuit shown in the figure 14.11a, Bouchot changed the circuit in the following as shown in 1. He observed an magnetic deflection in the magnetic complex. അപ്പോൾ ഇവിടെ ഈ ഒരു ഇതിൽ വെച്ചപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അവിടെ ആ ബൾബ് മാറ്റിയിട്ട് അവിടെ ഒരു മാഗ്നറ്റിക് കോമ്പസ് വെച്ചപ്പോൾ അവിടെ ചെറിയൊരു ഡിഫ്ലക്ഷൻ അത് ഈ കാണിച്ചു. ഹി ഒബ്സർവ്ഡ് എ ഡിഫ്ലക്ഷൻ ഇൻ ദാറ്റ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ് ഡിഫ്ലക്ഷൻ? അതിന്റെ കുറച്ച് ക്വസ്റ്റ്യനുകൾ ഉണ്ട്, നമുക്ക് നോക്കാം. സാറേ കാണിച്ചു, അടുത്ത സ്ലൈഡ് കാണിച്ചു. വാട്ട് ഡസ് ദ ഡിഫ്ലക്ഷൻ ഇൻ ദ മാഗ്നറ്റിക് കോംപ്ലക്സ് ഇൻഡിക്കേറ്റ്? അങ്ങനെയാണെങ്കിൽ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? മാഗ്നറ്റിക് കോംപ്ലക്സിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ വാട്ട് ഡസ് ദാറ്റ് ഇൻഡിക്കേറ്റ്? എന്താണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സാറേ വിളിച്ചോ. അമീർ പറഞ്ഞാടാ, വാട്ട് ഡസ് ദാറ്റ് ഇൻഡിക്കേറ്റ്? മാഗ്നറ്റിക് കോമ്പസിൽ there is a small deflection. അങ്ങനെയാണെങ്കിൽ അത് എന്താ പറയുന്നത്? Because so it means that there is a conductor. The solution is conducting electricity. Okay da. Solution conducts electricity. Solution does conduct electricity.
കാരണം ബൾബ് ഗ്ലോ ചെയ്യൂല എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് കണ്ടക്ടിങ് ഇൻ നേച്ചർ ഓർ ഇറ്റ് ഈസ് നോട്ട് എ കണ്ടക്ടർ. പക്ഷെ ഇവിടെ മാഗ്നറ്റിക് കോംപ്ലക്സ് വെച്ചപ്പോൾ അവിടെ റിഫ്ലക്ഷൻ കാണിക്കുന്നത്. സോ ഇറ്റ് ഡസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി കേട്ടോ. ഡസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സൊല്യൂഷൻ ഡസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അങ്ങനെയാണെങ്കിൽ വൈ ദ ബൾബ് ഡിഡ് നോട്ട് ഗ്ലോ ഇൻ ദ ഫിഗർ 14? അങ്ങനെ കണ്ടക്ട് ചെയ്യുമെങ്കിൽ എന്തുകൊണ്ടാണ് ബൾബ് ഗ്ലോ ചെയ്യാതിരുന്നത്? ബൾബ് എന്തുകൊണ്ടാണ് ഗ്ലോ ചെയ്യാതിരുന്നത്? പക്ഷെ മാഗ്നറ്റിക് കോമ്പസിറ്റ് ഡിഫ്ലക്ഷൻ കാണിച്ചല്ലോ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? Alena, what will be the reason for that? Why did the bulb not glow in the figure 14 point? അവിടെ ആ സൊല്യൂഷനിൽ മുക്കി വെച്ചപ്പോൾ ബൾബ് ഗ്ലോ ചെയ്തില്ല, പക്ഷെ ഇവിടെ ഇത് കാണിച്ചു. എന്തുകൊണ്ടായിരിക്കും? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? അലൈന പറഞ്ഞോ. ചക്കായ അയ്യോ അടുത്ത ആളോട് വിളിച്ചോ. why does the bulb does not glow? Why did the bulb does not? കോമ്പസിനെക്കാളും അധികം ഇലക്ട്രിസിറ്റി വേണ്ടി വരും ബൾബ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ വെരി വീക്ക് കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ദ സർക്യൂട്ട്. അതുകൊണ്ടാണ് ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യാതിരുന്നത് അല്ലേ? വേറെ മാഗ്നറ്റിക് കോംപ്ലക്സിൽ എന്തായിരിക്കും? ഈ നീ പറഞ്ഞു തന്നെ ഒന്നും കൂടി ഞാനൊന്ന് വളരെ ഷോർട്ടാക്കി കുറച്ചുകൂടി കൺസൈസ് ആയിട്ട് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. എ വീക്ക് കറണ്ട്, വെരി വീക്ക് കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദാറ്റ്. പറഞ്ഞ കാര്യം ഓക്കെ അല്ലേടാ? വെരി വീക്ക് കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദാറ്റ്. Flowing through the circuit. Weak current is flowing through the circuit. Flowing through the circuit. Circuit. Very weak current is flowing through the circuit. പറഞ്ഞ കാര്യം ഓക്കെ അല്ലേടാ? സെറ്റ് ആണല്ലോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ. ഇനി മൂന്നാമത്തെ കാര്യം. മൂന്നാമത്തെ നോക്കാം. Why would be the effect of increase in the number of turns in the coil wound around the? What would the effect of increase in the number of turns in the coil? Number of turns കൂട്ടിയാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും അവിടെ? ടേൺസ് കൂട്ടിയാൽ ആ വൗണ്ട് ചെയ്തേക്കുന്നതിന്റെ ടേൺസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ will there be any effect? ഉണ്ടാവോടാ? ഉണ്ടാവുകയോ ഇല്ലയോ? സാറെ വിളിച്ചോ. ആരാ? റബീക്ക. What will be the change effect? എന്തായിരിക്കും എഫക്ട്? എന്തായിരിക്കോടാ? അറിഞ്ഞൂടെ? ഇതിന്റെ ആൻസർ എത്ര പേർക്ക് അറിയാം? ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. വാട്ട് വിൽ ബി ദ എഫക്ട് ഓഫ് ദി ചേഞ്ച് ടേൺസ്? വാട്ട് വിൽ ബി ദ എഫക്ട് ഓഫ് ദി ടേൺസ്? ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, റൈസ് ഹാൻഡ് ചെയ്ത് കുറച്ച് രണ്ടുപേര് വന്നിട്ടുണ്ട്. കുഴപ്പമില്ലടാ. അടുത്ത ആൾ വിളിച്ചോ. ആൻസർ നോക്കാം നമുക്ക്. ചിന്മയ് പറയടാ. വാട്ട് വിൽ ബി ദ ചേഞ്ച് എഫക്ട് ഓഫ് ഇൻക്രീസ്? കാരണം യെസ് ഓക്കെ എടാ അതിന്റെ റീസണിലോട്ട് അധികം പോകണമെന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് അബവ് അവർ നമ്മൾ പഠിച്ചേക്കുന്ന തിയറിനേക്കാൾ കൂടുതലാണ് അതിന്റെ തിയറി വരുന്നത് കേട്ടോ. നിങ്ങൾ നെക്സ്റ്റ് ഇയറിലൊക്കെയാണ് പഠിക്കുക. സോ നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ മാഗ്നറ്റിക് എഫക്ട് ആക്ച്വലി കൂടുകയാണ് ചെയ്യുക കേട്ടോ. സോ ഇത് കൂടിക്കഴിഞ്ഞാൽ എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ magnetic effect കൂടും. പറഞ്ഞ പോലെ as number of the turns increases, number of turns increases, number of turns increases, the magnetic effect of the magnetic effect increases. Magnetic effect increases. Okay അല്ലേ? പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? മാഗ്നറ്റിക് എഫക്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യം നോക്കിയാൽ നമ്പർ ഓഫ് ദി ടേൺസ് ഇൻക്രീസസ്, മാഗ്നറ്റിക് എഫക്ട് ഇൻക്രീസസ്. അടുത്തത് നോക്കാം നമുക്ക്. വാട്ട് വിൽ ബി ഒബ്സർവ്ഡ് ഇഫ് ദ നമ്പർ ഓഫ് സെൽസ് ആർ ഇൻക്രീസ് ഇൻ ദ സർക്യൂട്ട്? സെല്ലുകളുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും? വിൽ ദർ ബി എനി ചേഞ്ച്? സെല്ലുകളുടെ എണ്ണം കൂട്ടിയാൽ ഇല്ലേ? സെല്ലുകളുടെ എണ്ണം കൂട്ടിയാൽ സാറെ വിളിച്ചോ. ആൻഡ്രിയ, വാട്ട് വിൽ ബി ദ എഫക്ട്? വാട്ട് വിൽ ബി ഒബ്സർവ്ഡ് ഇഫ് ദ നമ്പർ ഓഫ് സെൽസ് ആർ ഇൻക്രീസ്ഡ്? സെല്ലുകളുടെ എണ്ണം കൂട്ടിയാൽ സൗണ്ട് ഇല്ല. അയ്യോ ആൻഡ്രിയയുടെ സൗണ്ട് ഇല്ലല്ലോ. അയ്യോ ആൻഡ്രിയയുടെ സൗണ്ട് ഇല്ല. ചാറ്റിലയക്കാം അവിടെ ആൻസർ. നീ പറഞ്ഞ ആൻസർ ഒന്ന് ചാറ്റിലയച്ചോ കേട്ടോ. അടുത്ത ആൾ വിളിച്ചോ. നദാൻ പറയടാ. വാട്ട് ഈസ് ദ റീസൺ? വാട്ട് വിൽ ബി ഒബ്സർവ്ഡ് ഇഫ് ദ നമ്പർ ഓഫ് സെൽസ് ആർ ഇൻക്രീസ്ഡ്? സെൽസിന്റെ എണ്ണം കൂടി എന്ത് പറ്റും? നദാനെ കേക്കള്ളടാ.
അയ്യോ, അടുത്ത ആളെ വിളിച്ചോ. ആദിത്യോയ് പറയാ, എന്താ സൗണ്ട് ഇല്ലാത്തത്? ആദിത്യ, വാട്ട് ഈസ് ദ റീസൺ? വാട്ട് വിൽ ബി ഒബ്സർവ്ഡ് ഇഫ് നമ്പർ ഓഫ് സെൽസ് ആണ്? പറഞ്ഞോടാ. അറിഞ്ഞൂടെ? സെൽസിന്റെ നമ്പർ കൂട്ടിയാൽ അവിടെ വോൾട്ടേജ് എന്ത് ചെയ്യും? കൂടും കേട്ടോ. വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടും. ഓക്കെ, ദ എമൗണ്ട് ഓഫ് കറന്റ് പാസിംഗ് ത്രൂ ദി സൊല്യൂഷൻ ഇൻക്രീസസ്. നമ്പർ ഓഫ് സെൽസ് ആർ ഇൻക്രീസ്ഡ്. ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് കൂടും കേട്ടോ. സെൽസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കൂടും. ഓക്കെ, ദ current passing through the solution increases. Current passing through the solution increases കേട്ടോ. Passing through solution increases. Solution increases. പറഞ്ഞ കാര്യം ഓക്കെ ആണോ? സെറ്റ് അല്ലേടാ? അയ്യോ, പാസിംഗ് ത്രൂ സൊല്യൂഷൻ ഇൻക്രീസസ് കേട്ടോ. ആർ ഇൻക്രീസ്ഡ്. Passing through a solution increases. Passing through a solution increases. Okay ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ ആണെങ്കിൽ കാണിച്ചു. ഓക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം നോക്കിയേക്കാം. സോ solution does not conduct electricity, a very weak current is passing through it. അപ്പോൾ നമ്പർ ഓഫ് കോയിൽസ് കൂടി കഴിഞ്ഞാൽ മാഗ്നറ്റിക് എഫക്റ്റ് കൂടും. ആൻഡ് ഇഫ് ദ നമ്പർ ഓഫ് സെൽസ് ആർ ഇൻക്രീസ്, കറണ്ട് ആയിരിക്കും കൂടുക. പറഞ്ഞ കാര്യം ഓക്കെ അല്ലേടാ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാനിന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനുകൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? എല്ലാവർക്കും സെറ്റ് അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിച്ചോടോ. ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിച്ചോ. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്. ഫൈൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാനൊന്ന് ഓവറോൾ റിവൈസ് ചെയ്യിപ്പിച്ചു എന്ന് മാത്രം. സോ ഓൾറെഡി നിങ്ങൾ ചെയ്തതാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒന്നും കൂടി നോക്കി. അപ്പോൾ ഈ ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻസ് നോക്കിയത് ഞാൻ NCERT-യിലെ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് നിന്നും അതിൽ നിന്നും എടുത്തേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നോക്കാം, ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇതിന്റെ സ്ലൈഡ് ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ ഇട്ടേക്കാം. പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോടാ? ക്ലിയർ അല്ലേടാ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ കെമിസ്ട്രിയുടെ 3 ചാപ്റ്റേഴ്സും ഓവറോൾ ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഒരു 5 മിനിറ്റ്സ് ഞാൻ തരാം. ആദ്യം കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് തന്നെ വേഗം ഒന്ന് വായിച്ച് എല്ലാവരും ഓടിച്ചൊന്ന് വായിക്കുക. ഫുള്ള് ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ ഇരുത്തി പഠിപ്പിക്കണില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ അതിൽ വന്നു കഴിഞ്ഞാൽ വേഗം ഒന്ന് ചോദിച്ചോ. വേഗം ഒന്ന് നോക്കി എല്ലാവരും, വേഗം നോക്കാം കേട്ടോ. സാർ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, ഒന്ന് വേഗം ഒന്ന് വായിച്ച ഒരു 5 മിനിറ്റ്സ് തരാം. എന്നിട്ട് നമുക്ക് അതിൽ 2 ടോപ്പിക്കുകൾ ഒന്ന് വേഗം ഒന്ന് പഠിക്കാം. ഓക്കെ, 2 ടോപ്പിക്സ് ഒന്ന് വേഗം ഒന്ന് നോക്കിയേക്കാം. വേഗം വേറെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കാം കേട്ടോ. വേഗം ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ റേസ് ഹാൻഡ് ചെയ്തോ, ചോദിച്ചോ. ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞോ. ഓക്കെ, വേഗം. ഡൗട്ട് ഒന്നുമില്ല, ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ടോപ്പിക്കുകൾ പറയട്ടെ. സാറേ സ്ലൈഡ് നമ്പർ 22 എടുത്തോ. സോറി, സ്ലൈഡ് നമ്പർ 25 എടുത്തോ കേട്ടോ. സ്ലൈഡ് നമ്പർ 25. ഓക്കെ, കെമിക്കൽ എഫക്ട്സ് ഒക്കെ ഉണ്ട്. അതിൽ ഇലക്ട്രോപ്ലേറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് പഠിക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഒന്ന് ഇലക്ട്രോപ്ലേറ്റിംഗ് ഒന്ന് പഠിക്കാവോ? ഇപ്പം തന്നെ ഇലക്ട്രോപ്ലേറ്റിംഗ് ഒന്ന് നോക്കാം. ഇപ്പോൾ നാളത്തേക്ക് നമുക്ക് എക്സാം ആയിട്ട് ഈ ഒരു ചാപ്റ്റർ തന്നെ നോക്കാം, കെമിക്കൽ എഫക്ട്സ്. യെസ്, അത് തന്നെ സാർ. സോ what are the chemical effects of electric current? We can say that either there is a change in the color of the conducting liquid, deposit on the metal on the electrodes, and also bubbles of gases near the electrode. ഇത് 3 എണ്ണമാണ് നമ്മുടെ കെമിക്കൽ എഫക്ട്സുകളിൽ വരുന്നത് കേട്ടോ. സോ ക്യാൻ യു എക്സ്പ്ലെയിൻ എനി 2 എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്? ഈ 3 എണ്ണം ആയിരിക്കും വരാം. അപ്പോൾ ഈ 3 എണ്ണവും പഠിക്കാം. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം കെമിക്കൽ എഫക്ട്സുകൾ ഒന്ന് നോക്കിയേക്കാം. ഇനി അത് കഴിഞ്ഞാൽ ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ കാര്യം കൂടി പഠിക്കണം കേട്ടോ. ഇലക്ട്രോപ്ലേറ്റിംഗ് സാർ കാണിച്ചോ. ഹൗ ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ് ക്യാരിഡ് ഔട്ട്? ആ ഫിഗർ നോക്കണേ. ഇതല്ല, അടുത്തത് ഇലക്ട്രോപ്ലേറ്റിംഗ് കാര്യം. നമ്മൾ ഓരോ സാധനങ്ങളിലും പ്ലേറ്റ് ഒക്കെ ചെയ്യൂലേ, ആ കാര്യങ്ങൾ കേട്ടോ. കവറിങ് വരുന്നത് എങ്ങനെയായിരിക്കും? സോ ആനോഡ് കാഥോഡൊക്കെ ആയിട്ട് എടുക്കുന്ന ആരായിരിക്കും എന്ന് നോക്കാം. ആൻഡ് സൊല്യൂഷൻ ഏതാണ് എന്ന് നോക്കണം. സാർ അടുത്ത സ്ലൈഡ് കാണിച്ചോ. സോ എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നുള്ള ഡെഫിനിഷൻ പഠിക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിക് കറന്റ് വി ആർ കോട്ടിംഗ് എ തിൻ ലെയർ ഓഫ് അനദർ മെറ്റൽ ഓവർ ദി
ബേസ് മെറ്റൽ. ഒരു മെറ്റൽ ഒബ്ജക്റ്റിന്റെ പുറത്ത് ഒരു ഡിസൈഡ് മെറ്റൽ കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നു, തിൻ ലെയർ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ പ്രോസസ്സ് നമ്മൾ എന്ത് വിളിക്കും? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊന്നും നോക്കിയേക്കണം. സാർ അടുത്ത സ്ലൈഡും കൂടി കാണിച്ചോ. ഇനി പ്രോസസ്സ് എന്താണ്? അതിൽ ഇപ്പോൾ കോപ്പർ വെച്ചിട്ടാണ് കോട്ട് ചെയ്യുന്നതെങ്കിൽ ആനോഡായിട്ട് കോപ്പർ പ്ലേറ്റും നമ്മൾ ഈ പറഞ്ഞ ആളുമായിരിക്കും എടുക്കുക. എന്നിട്ട് അതിന്റെ പ്രോസസ്സുകൾ നോക്കിക്കോളണം കേട്ടോ. പ്രോസസ്സും കൂടി പഠിക്കും. സാർ കാണിച്ചു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇലക്ട്രോപ്ലേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ കോപ്പറും സൾഫേറ്റ് അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും നമ്മുടെ സൊല്യൂഷൻ. എന്നിട്ട് ഈ കോപ്പർ എന്ന് പറയുന്ന അയോൺസ് എല്ലാം എങ്ങോട്ട് പോകും? കോപ്പർ പോസിറ്റീവ് അയോൺസ് അതെല്ലാം കാഥോഡിലോട്ട് പോയി ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ? ഇങ്ങോട്ടായിരിക്കും, കാഥോഡിലോട്ടായിരിക്കും. കാഥോഡിലാണ് നമ്മൾ ഏതാണോ പ്ലേറ്റ് ചെയ്യേണ്ടത് ആ മെറ്റലിനെ വെക്കാം. ആ മെറ്റൽ ഒബ്ജക്റ്റിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്തായിട്ടാ? കാഥോഡായിട്ടാണ് കണക്ട് ചെയ്യുക. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? സെറ്റ് അല്ലടാ? ഓക്കെ, സാർ കാണിച്ചു. അടുത്ത സ്ലൈഡ് കാണിച്ചു. ഇനി ഈ നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ളതിലോട്ട് അങ്ങോട്ട് പോകുക, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുക. വേറെ പോസിറ്റീവ് ആയിട്ടുള്ള ആനോഡിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ടാവും? കോപ്പർ അയോൺസ് ആയിട്ട് നമ്മുടെ സൊല്യൂഷനിലോട്ടും പോകുന്നുണ്ടാവും കേട്ടോ. സാർ കാണിച്ചു. അടുത്ത സ്ലൈഡും കൂടി. സോ ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് കോപ്പർ ഗെറ്റ്സ് ഡിസോൾവ്ഡ് ഇൻ ടു ദ സൊല്യൂഷൻ ഫ്രം ദി അതർ ഇലക്ട്രോഡ്. അതായത് ഇവിടെ നിന്ന് ആനോഡിൽ നിന്നും ഇങ്ങോട്ട് വരും. അപ്പോൾ സൊല്യൂഷനിൽ നിന്ന് പോണ കോപ്പർ എല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മുടെ ആനോഡിൽ നിന്ന് റീപ്ലേസ് ചെയ്യുന്നുണ്ടാവും. ഹിയർ കോപ്പർ ട്രാൻസ്ഫേഴ്സ് ഫ്രം ആനോഡ് ടു കാഥോഡ് ആയിരിക്കും വരുന്നത്. പറഞ്ഞ കാര്യം ഓക്കെ ആണോടാ? സെറ്റ് അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു കാര്യം കൂടി നോക്കിയേക്കാം. ഇനി അതിൽ നമ്മൾ ഏത് മെറ്റൽ വെച്ചായിട്ടാണോ ഇതാക്കുന്നത് ആ ഒരു ആളെ എടുക്കുന്നത്, നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കുന്നത്, ഏത് മെറ്റലിനെയാണോ കോട്ട് ചെയ്യേണ്ടത് അതിനെ നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് വെക്കും. ഏത് മെറ്റൽ കൊണ്ടാണോ കോട്ട് ചെയ്യേണ്ടത്, കോപ്പർ കൊണ്ടാണ് നമുക്ക് കോട്ട് ചെയ്യേണ്ടെങ്കിൽ അതിനെ ആനോഡായിട്ട് വെക്കുക. സിൽവർ കൊണ്ടാണ് കോട്ട് ചെയ്യേണ്ടെങ്കിൽ അതിനെ ആയിരിക്കും നമ്മൾ എന്തായിട്ട് വെക്കുക? ആനോഡായിട്ട് വെക്കുക, അല്ലെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡ്. സൊല്യൂഷൻ ഏത് മെറ്റലാണോ കോട്ട് ചെയ്യുന്നത് അതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ് എടുക്കും. ഇനി മറ്റേതാണെങ്കിലോ സിൽവർ ആണെങ്കിൽ സിൽവർ നൈട്രേറ്റ് ആയിരിക്കും എടുക്കാം. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം സെറ്റ് അല്ലടാ? അപ്പൊ ആ രീതിയിലായിരിക്കും എടുക്കാം. അപ്പൊ വേഗം ഇപ്പൊ തന്നെ ആ കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഒന്ന് പഠിക്കുക. ആൻഡ് ഓൾസോ ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ കോൺസെപ്റ്റ്, ഡെഫിനിഷൻ ആൻഡ് അതിന്റെ കാര്യങ്ങൾ കേട്ടോ. കോപ്പർ പ്ലേറ്റിംഗിന്റെ കാര്യങ്ങളൊന്ന് പഠിക്കാം. പ്രോസസ്സ് വേഗം ഇപ്പൊ തന്നെ ഒന്ന് പഠിക്കാവോ എല്ലാവരും? വേഗം ഒന്ന് പഠിച്ചു ഇപ്പൊ തന്നെ ഒരു 5 minutes കേട്ടോ. വേഗം പഠിക്കാം.